ഓക്കെ, നമ്മള് ഇന്ന് ഹോപ്പി 10.0 നമ്മുടെ ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ സെഷൻ 4ലോട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേരൊക്കെ കണ്ട പോലെ തന്നെ സിലബസ് ഡീകോഡിംഗ് ആണ് നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് നോക്കുന്നത്. നമ്മൾ ഇന്നത്തെ ഈ സെഷനകത്ത് BA MSME, അതായത് നമ്മളുടെ സിലബസുമായിട്ട് റിലേറ്റ് ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡീകോഡിംഗ് സെഷൻ ആയിരിക്കും ഇന്നത്തെ ഈ ഒരു സെഷനകത്ത് മെയിൻ ആയിട്ട് വരിക. നമ്മളുടെ സെഷനിലോട്ട് നമ്മൾ മെയിൻ ആയിട്ട് കിടക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ വന്നിരിക്കുന്ന എല്ലാവരെയും ഇതിനകത്തോട് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് എന്റെ കൂടെ ഫസ്റ്റ് ഞാൻ എന്നെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ പേര് സ്നേഹ എന്നാണ്, കൊമേഴ്സിലെ മെൻറ്റർ ആണ്. അതേപോലെ തന്നെ ഈ സെഷൻ എന്റെ കൂടെ ലീഡ് ചെയ്യാൻ വേണ്ടി കൊമേഴ്സിലെ മെൻറ്ററായ ലോജിച്ച മാം ഉണ്ട്, അതേപോലെ തന്നെ നസ്രീൻ മാം ഉണ്ട്. നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. വന്നിരിക്കുന്ന എല്ലാവരെയും നമ്മുടെ ലോൺ വൈസ് ഫാമിലിയുടെ പേരിൽ ഞാൻ എന്താണ് ഒരു വാം വെൽക്കം ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇതിനകത്ത് മെയിൻ ആയിട്ട് നോക്കുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ സെഷനകത്ത് മെയിൻ ആയിട്ട് നോക്കുന്നത് സിലബസ് ഡീകോഡിംഗ് ആണ്. അപ്പൊ സിലബസ് ഡീകോഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഓരോ കോഴ്സസ്, അതായത് ഓരോ സബ്ജക്റ്റിനെയും നമ്മൾ ഇഗ്നോർ യൂണിവേഴ്സിറ്റി പറയുന്ന കോഴ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു സബ്ജക്റ്റിന്റെ കോഡുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മൾ ഏതൊക്കെ സബ്ജക്ട്സ് ആണ് നോക്കുന്നത്, അതിന്റെ കോഡ് ഏതൊക്കെയാണ്. ഇപ്പൊ സപ്പോസ് ബിസിനസ് ലോ ആണെങ്കിൽ നമ്മൾ സാധാരണ BCOC 133 എന്ന് പറയും. അപ്പം അതുപോലെ ഓരോ സബ്ജക്റ്റിന്റെ പേരും അതിന്റെ കോഡ്, അതിന് എത്ര ബ്ലോക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ ബ്ലോക്ക് ആണ്, ഏതൊക്കെ യൂണിറ്റ് ആണ്, അങ്ങനെയുള്ളൊരു ഡീറ്റെയിൽഡ് സ്റ്റഡിയും. ആൻഡ് അതേപോലെ തന്നെ ലോൺ ബേസ്ഡ് മെറ്റീരിയൽസ്, അതായത് നമുക്ക് റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ട്, ഹെൽപ്പ് ബുക്കുകളുണ്ട്, എക്സാം PDF ഉണ്ട്, അസൈൻമെന്റ് ഗൈഡ് ബുക്ക് ഉണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്. പിന്നെ അതേപോലെ തന്നെ ടൈം ലൈൻ ക്ലാരിറ്റിയിൽ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് ഇതൊക്കെ കവർ ചെയ്യാനുള്ള മെത്തേഡുകൾ എങ്ങനെയൊക്കെയാണ്. പിന്നെ നമുക്ക് അഡ്വാൻസ് സപ്പോർട്ടായിട്ട്, അതായത് EEP അല്ലെങ്കിൽ നമ്മളുടെ ടേം ആൻഡ് എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്ത ഹെൽപ്പ് ഡെസ്കുകളും അങ്ങനെയൊക്കെ കുറച്ചില്ലേ. അപ്പം അതൊക്കെ എങ്ങനെയാണ്, ഹാപ്പിനെസ് അംബാസിഡർ സെഷൻസ് ഉണ്ട്. അങ്ങനെയുള്ള നമ്മൾ എക്സ്ട്രാ തരുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ടിന് വേണ്ടി എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്യുന്ന സപ്പോർട്ട്സ് എന്തൊക്കെയാണ്, അങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്രയും ദിവസത്തെ സെഷനിൽ നമ്മൾ കണ്ട പോലെ തന്നെ സെയിം ആക്ഷൻ ടാസ്ക് ലാസ്റ്റ് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതായത് ഈ ഒരു സെഷനിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളും നിങ്ങൾ എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു എന്താണ് കറക്റ്റ്. ഇപ്പൊ നമ്മൾ ഓരോ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ടെസ്റ്റ് ഒക്കെ എടുത്തില്ലേ, അതേപോലെ തന്നെ എന്താണ് ഈ ഒരു സെഷനിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ചെറിയൊരു ടാസ്ക്, ആക്ഷൻ ടാസ്ക്. ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ ടാസ്ക് ഒക്കെ നിങ്ങൾ കറക്റ്റ് പ്രോപ്പർ ആയിട്ട് അയച്ചു തരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ടാസ്കും കറക്റ്റ് ആയിട്ട് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ലാസ്റ്റിൽ അതും ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇത് ഇത്രയുമാണ് മെയിൻ ആയിട്ട് നമ്മുടെ ഇന്നത്തെ സെഷനിൽ വരുന്നത്. നമ്മുടെ ഇഗ്നോ സിലബസ് എന്ന് പറയുന്നത് നോർമലി നമുക്ക് 5 ലെയേഴ്സ് എന്ന് പറയും. അതായത് പ്രോഗ്രാം ഉണ്ട്. ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങളുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് BA MSME എന്ന് പറയുന്നതാണ്. നമ്മൾ പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു പർട്ടിക്കുലർ എടുത്തിരിക്കുന്ന സബ്ജക്റ്റിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു കോഴ്സിനെയാണ് നമ്മൾ പ്രോഗ്രാം എന്ന് പറയുന്നത്. പ്രോഗ്രാമിന്റെ കോഡ് ഇങ്ങനെയുണ്ട്. പിന്നെ അതിന് ഇയർ വൈസും ഉണ്ട്, സെമസ്റ്റർ വൈസും ഉണ്ട്. നമ്മുടേത് എന്താണ്, ഇയർ വൈസ് ആണോ സെമസ്റ്റർ വൈസ് ആണോ. എന്നിട്ട് ഈ ഒരു സെഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് നമ്മുടെ ഫസ്റ്റ് ഇയറിലെ പേപ്പേഴ്സ് ആയിരിക്കും മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുക. അതായത് ഫസ്റ്റ് ഇയറിലെ ഓരോ സെമിലെ പേപ്പേഴ്സ് ഏതൊക്കെയാണ്. നമുക്ക് ഫസ്റ്റ് സെമ്മിൽ 4 സബ്ജക്ട്സും സെക്കൻഡ് സെമ്മിൽ 4 സബ്ജക്ട്സും വരുന്നത്. അപ്പൊ അത് ഏതൊക്കെ സബ്ജക്ട്സ് ആണ്, അല്ലെങ്കിൽ അത് കോർ പേപ്പർ ആണോ, അതോ സപ്ലിമെന്ററി കോഴ്സസ് ആണോ, അങ്ങനത്തെ ഡീറ്റെയിൽസും, അതിൽ ഏതൊക്കെയാണ് കോർ പേപ്പേഴ്സ്, ഏതൊക്കെയാണ് എന്തൊക്കെയാണ് അതിന്റെ കോഡ് വരുന്നത്, അതിന്റെ ടൈറ്റില്, ക്രെഡിറ്റ്സ് എന്ന് പറയുമ്പോൾ നോർമലി നമുക്കറിയാം ഓരോ കോഴ്സസും കാണുന്ന സമയത്ത് നമുക്ക് ഇത്ര ക്രെഡിറ്റ് എന്ന് പറഞ്ഞ് കാണാറുണ്ട്. അതിപ്പം ഇഗ്നോ യൂണിവേഴ്സിറ്റി എന്നല്ല, നമ്മളെ നോർമൽ ഏത് യൂണിവേഴ്സിറ്റിയുടെ പേപ്പേഴ്സ് എടുത്തെന്ന് പറഞ്ഞാലും 6 ക്രെഡിറ്റ് പേപ്പർ അല്ലെങ്കിൽ 4 ക്രെഡിറ്റ് പേപ്പർ അങ്ങനെ കാണാറുണ്ട്. ആ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഒരു 1 ക്രെഡിറ്റ് എന്ന് വെച്ചാൽ 30 അവേഴ്സ് ആണ് നോർമലി പറയുന്നത്. അതായത് നമ്മൾ ഒരു പർട്ടിക്കുലർ സബ്ജക്ട് കവർ ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അതായത് 6 ക്രെഡിറ്റ് വരുന്ന ഒരു പേപ്പർ ആണ് എങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പേപ്പറിന് 6 × 30 അവേഴ്സ് ആണ് സ്പെൻഡ് ചെയ്യേണ്ടത്. ആ ഒരു പർട്ടിക്കുലർ പോർഷൻ കവർ ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു സബ്ജക്ട് കവർ ചെയ്യാൻ നമ്മൾ അത്രയും മണിക്കൂർ എടുക്കണം. അതാണ് നമ്മൾ ക്രെഡിറ്റ്സിൽ പറയുന്നത്. അപ്പൊ ഓരോ കോഴ്സിനും എത്ര ക്രെഡിറ്റ് ആണ്, പിന്നെ എത്ര ബ്ലോക്കുകളുണ്ട്, ആ ഓരോ ബ്ലോക്കും എത്ര യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു, അങ്ങനെ കാര്യങ്ങൾ. അതിൽ ഓരോ യൂണിറ്റ് നമ്മൾ ഏതൊക്കെയാണ് പേരെല്ലാം നോക്കുന്നുണ്ട്. പിന്നെ അസൈൻമെന്റ് റിലേറ്റഡ് കാര്യങ്ങൾ. ഇത് ഇത്രയുമാണ് മെയിൻ ആയിട്ട് ഇഗ്നോ സിലബസിൽ വരുന്നത്. പ്രോഗ്രാമിന്റെ അണ്ടറിൽ പല സബ്ജക്ട്സ് ഉണ്ട്, ഓരോ സബ്ജക്ട്സിനും പല ബ്ലോക്ക് ഉണ്ട്, ബ്ലോക്കിന്റെ അണ്ടറിൽ പല യൂണിറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് അതിന്റെ അണ്ടറിൽ
അസസ്മെന്റ് ആയിട്ട് അസൈൻമെന്റ്സും വരുന്നുണ്ട്, ടി അതായത് ടേം ആൻഡ് എക്സാംസും വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒക്കെ ബേസിക് ആയിട്ട് നമ്മൾ അതിന്റെ പ്രോഗ്രാം നമ്മളിപ്പോ ഓൾറെഡി പല സെഷൻസിലും നിങ്ങൾ കേട്ട് കഴിഞ്ഞു. അതിന്റെ ആൻസർ ഗൈഡ് ബുക്ക് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു അല്ലെ. അപ്പൊ അങ്ങനത്തെ 5 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഇഗ്നോ സിലബസിനകത്ത് വരുന്നത്. ദെൻ അത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു സെഷനിനകത്ത് മെയിൻ ആയിട്ട് നോക്കുന്ന ഫസ്റ്റ് ഇയറിന്റെ കോഴ്സസ്. നിങ്ങൾ BA MSME-കാരെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ ഏതൊക്കെ കോഴ്സസ് ആണ് വരുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ സബ്ജക്ട്സ് ആണ് വരുന്നത് എന്നായിരിക്കും ഈ ഒരു സെഷനിലായിട്ട് മെയിൻ ആയിട്ട് നോക്കുന്നത്. അതായത് നമ്മളിപ്പോ പ്രാക്ടിക്കലി ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ഇയർ പേപ്പേഴ്സ് അല്ലേ, അപ്പൊ അതിലും കൂടുതൽ ഫോക്കസ് ചെയ്ത ഒരു സെഷൻ ആയിരിക്കും ഇന്നത്തെ ഒരു സെഷൻ എന്ന് പറയുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് BA MSME-യുടെ ഡീകോഡിംഗ് സെഷൻ, അതായത് സിലബസ് ഡീകോഡിംഗ് സെഷൻസ്. മെയിൻ ആയിട്ട് നമുക്ക് 3 വർഷമാണ് വരുന്നത്. 1, 2, 3 ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ എന്ന് പറഞ്ഞ വർഷം. അതിൽ ഫോർത്ത് ഇയർ വേണമെങ്കിൽ ചെയ്യാം, നമുക്ക് വേണം സ്കിപ്പ് ചെയ്ത് നമുക്ക് ഇറങ്ങാനുള്ള ഓപ്ഷനും ഉണ്ട് തേർഡ് ഇയർ കഴിയുമ്പോൾ അല്ലെ. ഇതൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതിൽ ഫസ്റ്റ് ഇയറിലെ അതായത് സ്ട്രോങ് ഫൗണ്ടേഷൻസ് വേണ്ട ബേസിക് ആയിട്ടുള്ള സബ്ജക്ട്സ് ഏതൊക്കെയാണ്, എന്തൊക്കെയാണ്, അതായിരിക്കും ഈ ഒരു സെഷനിൽ നോക്കുന്നത്. അപ്പം ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ ആ സബ്ജക്ട്സിന്റെ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും ഉള്ള പേരുകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരാൻ വേണ്ടി ലോജിഷ മാമിനെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ലോജിഷ മാം, ഓവർ ടു യു. ഓക്കെ, താങ്ക് യു മാം. അപ്പം നമുക്ക് എന്തൊക്കെയാണ് യൂണിറ്റ്, ഏതൊക്കെയാണ് ബ്ലോക്ക് വൈസ് കാര്യങ്ങളൊക്കെ സിലബസിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് മാപ്പിംഗ് നമുക്ക് നോക്കാം. അതായത് നിങ്ങൾക്ക് എന്ന് പറയുന്നത് അറിയാലോ, നമുക്ക് സെമസ്റ്റർ വൈസ് ആണ് വരുന്നത്. അതിൽ ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്നത് മാം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ക്രെഡിറ്റ്സ് എന്താണ് എന്നുള്ളത്. നമുക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ 22 ക്രെഡിറ്റ് ആണ് വരുന്നത്. അതിൽ 3 കോർ പേപ്പേഴ്സും ഒരു എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സും ആണ് വരുന്നത്. അതിൽ ഒരു കോർ പേപ്പർ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അറ്റ് വർക്ക് പ്ലേസ്, ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് സ്മോൾ ബിസിനസ്, ഇൻട്രൊഡക്ടറി ടു മൈക്രോ എക്കണോമിക്സ് ആൻഡ് എൻവയോൺമെന്റൽ സ്റ്റഡീസ്. ഇത്രയാണ് ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് വരുന്ന കോഴ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് 22 ക്രെഡിറ്റ് ആണ് വരുന്നത്. നമ്മളുടെ കോർ പേപ്പേഴ്സിനെല്ലാം പൊതുവെ 6 ക്രെഡിറ്റും അതുപോലെ തന്നെ നമ്മുടെ എബിലിറ്റി എൻഹാൻസ്മെന്റ് അങ്ങനെയുള്ള കോഴ്സസിനെല്ലാം 4 ക്രെഡിറ്റും ആണ് വരുന്നത്. ഇനി അടുത്തത് നമ്മൾ സെമസ്റ്റർ 2ലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ 3 കോർ കോഴ്സസും ഒരു എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സുമാണ് വരുന്നത്. അതിൽ ഒന്നെന്ന് പറയുന്നത് ബിസിനസ് കമ്മ്യൂണിക്കേഷനും, പിന്നെ വരുന്നത് ഇംഗ്ലീഷ് ഇൻ ഡെയിലി ലൈഫും, ദെൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ദെൻ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഓർ ഹിന്ദി ഭാഷ ഓർ മിൽ. ഇതിൽ നോക്കുവാണെങ്കിൽ നമുക്കറിയാം കോഴ്സ് കോഡും കൊടുത്തിട്ടുണ്ട്. കോഴ്സ് കോഡും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ സിലബസ് നോക്കുന്ന സമയത്ത് കോഴ്സ് കോഡും വിത്ത് നമ്മളുടെ ആ ടൈറ്റിലും നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടതുണ്ട്. ഇത്രയും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നത്. നമുക്ക് അടുത്ത ഇതിലോട്ട് പോവാം. അടുത്ത സെമസ്റ്റർ 3 ആണ്. സെമസ്റ്റർ 3ൽ വരുന്നതും ഇതുപോലെ തന്നെയാണ്. 3 കോർ കോഴ്സും ഒരു സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സും ആണ് വരുന്നത്. ഫസ്റ്റ് സെമ്മിൽ നമുക്ക് വന്നിരിക്കുന്നത് എബിലിറ്റി ആണ്. തേർഡ് സെമസ്റ്ററിൽ വരുന്നത് സ്കിൽ എൻഹാൻസ്മെന്റ് ആണ്. ഇതിന്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നതും 22 ക്രെഡിറ്റ് തന്നെയാണ് വരുന്നത്. ഫസ്റ്റ് വരുന്നത് എന്ന് പറയുന്നത് CSR, അതായത് കോപ്പറേറ്റീവ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പ്രോജക്ട് ആൻഡ് പ്രോഗ്രാംസ്, ദെൻ ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ്, ദെൻ ബിസിനസ് ലോ, ദെൻ മാനേജിംഗ് സ്ട്രെസ്. മാനേജിംഗ് സ്ട്രെസ് എന്നുള്ളത് സ്കിൽ എൻഹാൻസ്മെന്റ് പ്രോഗ്രാം ആണ്. ഇതിന്റെ ക്രെഡിറ്റ് വരുന്നത് 4 ആണ്. ബാക്കി കോർ പേപ്പേഴ്സിന് അതായത് കോർ കോഴ്സിനൊക്കെ വരുന്നത് ക്രെഡിറ്റ് 6 ആണ്. ഇനി അടുത്തത് പറയുകയാണെങ്കിൽ സെമസ്റ്റർ 4 ആണ്. സെമസ്റ്റർ 4നും 22 ആണ് ടോട്ടൽ ക്രെഡിറ്റ് വരുന്നത്. ഇതിൽ വരുന്ന സമയത്ത് 2 കോർ കോഴ്സും ഒരു സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സും ഒരു ജനറിക് കോഴ്സും ആണ് ഉള്ളത്. അതിൽ സെമസ്റ്റർ 4ൽ ഫസ്റ്റ് വരുന്നത് IPR ഫോർ MSME ആൻഡ് സ്റ്റാർട്ടപ്പും, ദെൻ പ്രിൻസിപ്പിൾ ഓഫ് മാർക്കറ്റിംഗും. ഇത് രണ്ടുമാണ് കോർ കോഴ്സ് വരുന്നത്. ദെൻ വരുന്നത് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് ബിസിനസ് എൻവയോൺമെന്റും, ദെൻ പ്രോജക്റ്റ് ജനറിക് നമ്മുടെ പ്രോജക്റ്റും ആണ് വരുന്നത്. ഇത്രയാണ് സെമസ്റ്റർ 4ലുള്ളത്. അടുത്ത വരുന്നത് സെമസ്റ്റർ 5 ആണ്. അതായത് 5ാമത്തെ സെമസ്റ്ററിൽ നമുക്ക് 22 തന്നെയാണ് ക്രെഡിറ്റ് വരുന്നത്. ഇതിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു കോർ കോഴ്സ് ആണുള്ളത്, MSME ആൻഡ് റൂറൽ ഇന്ത്യ. അതിന്റെ കോഴ്സിന്റെ കോഡ് വരുന്നത് BERC 133 എന്ന് പറഞ്ഞിട്ടാണ്. രണ്ടാമത് വരുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് ടു MSME, അതൊരു ഡിസിപ്ലിൻ സ്പെസിഫിക് ആണ്. അതുപോലെ തന്നെ അതിന്റെ കോഡ് BERE 141 ആണ്. അതുപോലെ തന്നെ ഡോക്യുമെന്റേഷൻ ഫോർ MSMEs ഡിസിപ്ലിൻ സ്പെസിഫിക് ആൻഡ് BERE 142. പിന്നെ വരുന്നത് ലോജിസ്റ്റിക് മാനേജ്മെന്റ്, അതും ഒരു സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് തന്നെയാണ്. ഇതിൽ വരുന്ന സമയത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ടോട്ടൽ ക്രെഡിറ്റ് വരുന്നത് 6ഉം അതുപോലെ തന്നെ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സിൽ 4ഉം ആണ് വരുന്നത്. സെമസ്റ്റർ 5ൽ വരുന്നത് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത സെമസ്റ്റർ 6ൽ വരുന്നതാണ് ട്രഡീഷണൽ ആൻഡ് റൂറൽ എന്റർപ്രൈസസ് എന്ന് പറയുന്നത് ഒരു ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സാണ്. അതുപോലെ തന്നെ ഓണ്ടർപ്രണറിയൽ സെക്ടർ എന്ന് പറയുന്ന ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സും, ഇ-കൊമേഴ്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഇൻ ബിസിനസ് എന്ന് പറയുന്ന സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സുമാണ് വരുന്നത്.
പിന്നെ വരുന്നത് HRM ആൻഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻ ഇൻ MSME എന്ന് പറയുന്ന ഒരു ജനറിക് കോഴ്സുമാണ് വരുന്നത്. ഇതിലും ടോട്ടൽ ക്രെഡിറ്റ് വരുന്നത് 22 തന്നെയാണ്. അടുത്തത് നമുക്ക് വരുന്നത് ഓരോരോ സിലബസിനെ പറ്റിയുള്ള ഓരോരോ ഡീറ്റെയിൽഡ് ടോപ്പിക് ഓരോരോ യൂണിറ്റ് വൈസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് BTMC 134 എന്റർപ്രണർഷിപ്പ് ആൻഡ് സ്മോൾ ബിസിനസ് എന്നുള്ള സബ്ജക്റ്റ് ആണ്. അതിൽ വരുന്നത് ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് an overview ഓഫ് ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്നതാണ്. അതായത് ഈ ഒരു യൂണിറ്റിൽ പറയുന്നത് മെയിൻ ആയിട്ട് എന്താണ് ഓണ്ടർപ്രണർഷിപ്പ്, എന്താണ് അതിന്റെ ഒബ്ജക്റ്റീവ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇതിൽ പറയുന്നത്. അടുത്ത യൂണിറ്റ് പറയുന്നത് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ എന്നുള്ളതാണ്. അതായത് ഇതിൽ പറയുന്നത് നമ്മുടെ പുതിയ പുതിയ ഇന്നോവേഷൻസും കാര്യങ്ങളെ പറ്റിയിട്ടുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് ഓണ്ടർപ്രണറിയൽ കോമ്പിറ്റൻസി എന്ന് പറയുന്നതാണ് യൂണിറ്റ് 3. അടുത്തത് വരുന്നത് യൂണിറ്റ് 4 ഡയമെൻഷൻസ് ആൻഡ് ഫോംസ് ഓഫ് ഓണ്ടർപ്രണർഷിപ്പ്, അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓണ്ടർപ്രണർഷിപ്പിനെ പറ്റിയിട്ടാണ് ഇതിൽ സംസാരിക്കുന്നത്. അടുത്തത് യൂണിറ്റ് 5 പറയുന്നത് ബിസിനസ് ഐഡിയാസിനെ പറ്റിയിട്ടാണ്. അടുത്തത് വരുന്നത് യൂണിറ്റ് 6 പ്രിപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ബിസിനസ് പ്ലാനിനെ പറ്റിയിട്ടാണ്. അതായത് ഒരു ബിസിനസ് പ്ലാൻ എങ്ങനെ ഉണ്ടാക്കാം, എന്താണ് അതിന്റെ സ്റ്റേജസ്, കാര്യങ്ങൾ, അതിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തത് യൂണിറ്റ് 7 പറയുന്നത് അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള, അതായത് പ്രിപ്പറേഷൻ ഓഫ് ഡെവലപ്മെന്റ് ഓഫ് ബിസിനസ് പ്ലാനിന്റെ സെക്കൻഡ് പാർട്ടാണ് പറയുന്നത്. അടുത്തത് പറയുന്നത് യൂണിറ്റ് 8 ബിസിനസ് പ്ലാൻ ഫീസിബിലിറ്റി, അതായത് ഒരു ബിസിനസ് പ്ലാൻ എങ്ങനെ സമഗ്രമായിട്ട് ഉണ്ടാക്കാം എന്നതിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ യൂണിറ്റ് 9 പറയുന്നതും ബിസിനസ് പ്ലാൻ ഫീസിബിലിറ്റിന്റെ സെക്കൻഡ് പാർട്ടാണ് പറയുന്നത്. അടുത്തത് പറയുന്നത് യൂണിറ്റ് 10 ഓണ്ടർപ്രണറിയൽ സപ്പോർട്ട് സിസ്റ്റത്തെ പറ്റിയിട്ടാണ്. അതുപോലെ തന്നെ യൂണിറ്റ് 11 പറയുന്നത് പ്രിപ്പയറിംഗ് സ്റ്റാർട്ടപ്പിനെ പറ്റിയിട്ടാണ്. അതായത് ഒരു പുതിയ ഇനിഷ്യേറ്റീവ് നമ്മൾ തുടങ്ങുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇതാണ് യൂണിറ്റ് 11 പറയുന്നത്. അടുത്തത് യൂണിറ്റ് 12 പറയുന്നത് സ്റ്റാർട്ടപ്പ് ഇനിഷ്യേറ്റീവിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതുപോലെ യൂണിറ്റ് 13 പറയുന്നത് കോൺട്രാക്ട് മാനേജ്മെന്റിനെ പറ്റിയിട്ടാണ്. അടുത്തത് യൂണിറ്റ് 14 പറയുന്നത് മൊബിലൈസിംഗ് ഫിനാൻഷ്യൽ റിസോഴ്സസിനെ പറ്റിയിട്ടാണ്. അതായത് ഒരു ഫിനാൻഷ്യൽ റിസോഴ്സസ് നമുക്ക് എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. യൂണിറ്റ് 15 പറയുന്നത് MSMEs ഇൻ ഇന്ത്യ ആൻഡ് യൂണിറ്റ് 16 പറയുന്നത് ഫാമിലി ബിസിനസ് ആൻഡ് സക്സസ് പ്ലാനിംഗ് ഇൻ ഇന്ത്യ. അതായത് നമുക്ക് ഒരു എങ്ങനെയാണ് സക്സസ് പ്ലാനിങ്ങിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും അതിനെക്കുറിച്ചുമാണ് ഈ ഒരു യൂണിറ്റിൽ പറയുന്നത്. പിന്നെ പറയുന്നത് യൂണിറ്റ് 17 മാനേജ്മെന്റ് ഓഫ് MSMEs 1, അതായത് മാനേജ്മെന്റ് ഓഫ് MSME കുറിച്ചിട്ടാണ് പറയുന്നത്. അതിന്റെ സെക്കൻഡ് പാർട്ടാണ് യൂണിറ്റ് 18 പറയുന്നത്. അടുത്തത് എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത സബ്ജക്ട് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അറ്റ് ദ വർക്ക് പ്ലേസ് ആൻഡ് കോഡ് എന്ന് പറയുന്നത് BEGLA 136 എന്ന് പറയുന്നതാണ്. ഈ ബ്ലോക്കിൽ പറയുന്നത് ഫസ്റ്റ് പറയുന്നത് കോഴ്സ് ഇൻട്രൊഡക്ഷനെ പറ്റിയിട്ടും ദെൻ ബ്ലോക്ക് ഇൻട്രൊഡക്ഷനെ പറ്റിയിട്ടുമാണ് പറയുന്നത്. പിന്നെ ഓരോരോ യൂണിറ്റ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതായത് ഓരോരോ ബ്ലോക്കിനെയും ഓരോരോ യൂണിറ്റ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിൽ യൂണിറ്റ് 1 പറയുന്നത് പ്രൊഫൈലിംഗ് വൺസെൽഫ് ഫോർ ദ ജോബ് എന്നതിനെ പറ്റിയിട്ടും യൂണിറ്റ് 2 പറയുന്നത് സെർച്ചിങ് ഫോർ എ ജോബ്, അതുപോലെ തന്നെ യൂണിറ്റ് 3 പറയുന്നത് റെസ്പോണ്ടിങ് ടു ദ ജോബ് അഡ്വർടൈസ്മെന്റ് ആൻഡ് യൂണിറ്റ് 4 പറയുന്നത് പ്രിപ്പയറിംഗ് ഫോർ ദ ജോബ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബ്ലോക്കിൽ പറയുന്നത്. അടുത്ത ബ്ലോക്ക് 2 ആണ്. ബ്ലോക്ക് 2 പറയുന്നത് നമ്മളൊരു ജോബ് ഇന്റർവ്യൂസിന് പോകുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യണം അതിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് സെഷനാണ് ഇതിൽ പറയുന്നത്. പ്രിപ്പയറിംഗ് ഫോർ ജോബ് ഇന്റർവ്യൂസ് എന്ന് പറയുന്നത് അതിൽ ഓരോരോ ബ്ലോക്കിനെയും ഓരോരോ യൂണിറ്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് യൂണിറ്റ് 5 പറയുന്നത് നമ്മുടെ ബോഡി ലാംഗ്വേജിനെ പറ്റിയിട്ടാണ് പറയുന്നത്. യൂണിറ്റ് 6 പറയുന്നത് പോർട്ട്ഫോളിയോ മേക്കിങ്ങിനെ പറ്റിയിട്ടും യൂണിറ്റ് 7 നമ്മളൊരു CV, നമ്മുടെ ഒരു കരിക്കുലം വിറ്റ് നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നീ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് നമ്മളൊരു ജോബ് ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ ഏറ്റവും മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ് CV എന്ന് പറയുന്നത്. അതിന്റെ പ്രിപ്പറേഷനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് 7 പറയുന്നത്. യൂണിറ്റ് 8 പറയുന്നത് പ്രിപ്പയറിംഗ് ടു ഫേസ് ഇന്റർവ്യൂ, ഒരു ഇന്റർവ്യൂ ഫേസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. ഒരു ഇന്റർവ്യൂവിന് നമ്മൾ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്നതിനെ പറ്റിയിട്ടാണ് യൂണിറ്റ് 8 പറയുന്നത്. അടുത്ത ബ്ലോക്ക് 3 സ്കിൽ ഫോർ ദ വർക്ക് പ്ലേസ് എന്നാണ്. അതിൽ ഓരോരോ ബ്ലോക്കിനെയും യൂണിറ്റ് ആയിട്ട് തരച്ചിട്ടുണ്ട്. ഫസ്റ്റ് യൂണിറ്റിൽ പറയുന്നത് യൂണിറ്റ് 9 പറയുന്നത് എറ്റിക്വിറ്റി ആൻഡ് കൾച്ചറൽ അവയർനെസ് ആൻഡ് ജെൻഡർ പെർസെപ്ഷൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. യൂണിറ്റ് 10 പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് കസ്റ്റമേഴ്സും യൂണിറ്റ് 11 പറയുന്നത് എസെൻഷ്യൽസ് ഓഫ് കസ്റ്റമർ സർവീസും യൂണിറ്റ് 12 പറയുന്നത് വർക്ക് എത്തിക്സിനെ പറ്റിയിട്ടാണ്. അതായത് നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ എത്തിക്സ് നമ്മൾ ഫോളോ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് 12 വർക്ക് എത്തിക്സിൽ പറയുന്നത്. അടുത്ത ബ്ലോക്ക് 4 സ്കിൽ ഫോർ ദ വർക്ക് പ്ലേസ് 2 അതിൽ പറയുന്നത് ഫസ്റ്റ് യൂണിറ്റ് 13 പറയുന്നത് പാർട്ടിസിപ്പേറ്റിംഗ് ആൻഡ് ഡിസ്കഷൻസ് ആൻഡ് യൂണിറ്റ് 14
മേക്കിംഗ് പ്രസന്റേഷൻസ് ആൻഡ് യൂണിറ്റ് 15 റൈറ്റിംഗ് ബിസിനസ് ലെറ്റേഴ്സ് ആൻഡ് യൂണിറ്റ് 16 പറയുന്നത് റൈറ്റിംഗ് ബിസിനസ് ഇമെയിൽസ്, അതായത് ബിസിനസ് ഇമെയിൽസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ബിസിനസ് ലെറ്റേഴ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു ബ്ലോക്കിൽ പറയുന്നത്. അടുത്തത് നമുക്ക് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. BECC 101 അതാണ് കോഡ് എന്ന് പറയുന്നത്, ഇൻട്രോഡക്ടറി ടു മൈക്രോ എക്കണോമിക്സ്. അതിന് നമുക്ക് ആദ്യത്തെ 3 ബ്ലോക്ക് ഫസ്റ്റ് നോക്കാം. അതിൽ ബ്ലോക്ക് 1 പറയുന്നത് ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. അതിൽ യൂണിറ്റ് 1 എന്ന് പറയുന്നത് ഓരോ ബ്ലോക്കിനെയും യൂണിറ്റ് ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് യൂണിറ്റിൽ പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് ആൻഡ് എക്കോണമി, അതായത് നമ്മുടെ എക്കണോമിക്സിന്റെ ഇൻട്രൊഡക്ഷനെ പറ്റിയിട്ടാണ് ഫസ്റ്റ് പാർട്ടിൽ പറയുന്നത്. സെക്കൻഡ് യൂണിറ്റിൽ പറയുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനാലിസിസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ യൂണിറ്റ് 3 പറയുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇൻ പ്രാക്ടീസ് എന്നതിനെ പറ്റിയിട്ടുമാണ് സംസാരിക്കുന്നത്. ഇത്രയാണ് നമ്മളെ ഫസ്റ്റ് ബ്ലോക്കിലുള്ളത്. ഫസ്റ്റ് ബ്ലോക്കിനെ 3 യൂണിറ്റ് ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അടുത്തത് പറയുകയാണെങ്കിൽ നമ്മുടെ ബ്ലോക്ക് 2 പറയുന്നത് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, അതായത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. അതായത് അതിൽ യൂണിറ്റ് 4 പറയുന്നത് കൺസ്യൂമർ ബിഹേവിയർ ഇൻ കാർഡിനൽ അപ്രോച്ചും, അതുപോലെ തന്നെ യൂണിറ്റ് 5 പറയുന്നത് കൺസ്യൂമർ ബിഹേവിയർ ഇൻ ഓർഡിനൽ അപ്രോച്ചും ആണ് പറയുന്നത്. അതായത് കാർഡിനൽ അപ്രോച്ചിൽ നമ്മുടെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ബിഹേവിയറിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറിൽ പറയുന്നത്. ഇത്രയും എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് മൂവ് ഓൺ ടു ബ്ലോക്ക് 3 പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് ആണ്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് 6 പറയുന്നത് പ്രൊഡക്ഷൻ വിത്ത് 1 വേരിയബിൾ ഇൻപുട്ട്, അതായത് 1 വേരിയബിൾ ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഷോർട്ട് റണ്ണിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ യൂണിറ്റ് 7 എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ വിത്ത് 2 ഓർ മോർ വേരിയബിൾ ഇൻപുട്ട്. 2 ഓർ മോർ വേരിയബിൾ ഇൻപുട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വേരിയബിൾ ഇൻപുട്ട് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ഇതിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അത് 2 ഓർ മോർ വേരിയബിൾ ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മുടെ ലോങ് റൺ പ്രൊഡക്ഷനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ഫസ്റ്റ് പറയുന്നത് നിങ്ങൾക്ക് കവർ ചെയ്യുന്നത് ഷോർട്ട് റണ്ണും, 2 ഓർ മോർ വേരിയബിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ലോങ് റൺ പ്രൊഡക്ഷനെ പറ്റിയിട്ടുമാണ് പറയുന്നത്. യൂണിറ്റ് 8 പറയുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനുമാണ് പറയുന്നത്. അടുത്തത് എക്കണോമിക്സിന് തന്നെ ബ്ലോക്ക് 4 തന്നെയാണ് പറയുന്നത് മാർക്കറ്റ് സ്ട്രക്ചറിനെ പറ്റിയിട്ടാണ് പറയുന്നത്. നമുക്കറിയാം നമ്മൾ +2 എക്കണോമിക്സ് പഠിക്കുന്ന സമയത്ത് തന്നെ പഠിക്കുന്നുണ്ട് പെർഫെക്റ്റ് കോമ്പറ്റീഷനെ പറ്റിയിട്ടായാലും മൊണോപ്പൊളീനെ പറ്റിയിട്ടും ഒലിഗോപ്പൊളീനെ പറ്റിയിട്ടൊക്കെ. അതിൽ ഫസ്റ്റ് യൂണിറ്റ് 9 പറയുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ഫേം ആൻഡ് ഇൻഡസ്ട്രി ഇക്വിലിബ്രിയം എന്നുള്ളതാണ്. അതിനുശേഷം യൂണിറ്റ് 10 പറയുന്നത് മൊണോപ്പൊളി, പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിസിഷൻ. മൊണോപ്പൊളി എന്ന് പറയുമ്പോൾ നമുക്കറിയാം മോണോ എന്ന് വെച്ചാൽ ഒന്ന് എന്നാണ് അർത്ഥം അല്ലെ, അതാണ് പറയുന്നത് മോണോപ്പൊളി, പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിസിഷൻ. ദെൻ യൂണിറ്റ് 11 പറയുന്നത് മോണോപ്ലസ്റ്റിക് കോമ്പറ്റീഷനിലെ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിസിഷൻ. ആൻഡ് യൂണിറ്റ് 12 പറയുന്നത് ഒലിഗോപ്പൊളി, പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിസിഷൻ. ഇത്രയാണ് ബ്ലോക്ക് 4 മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ട് കവർ ചെയ്യുന്നത്. അടുത്തത് ബ്ലോക്ക് 5 ആണ്. ബ്ലോക്ക് 5 പറയുന്നത് ഫാക്ടർ മാർക്കറ്റിനെ പറ്റിയിട്ടാണ്. അതായത് യൂണിറ്റ് 13 പറയുന്നത് ഫാക്ടർ മാർക്കറ്റ് ആൻഡ് പ്രൈസിംഗ് ഡിസിഷനെ പറ്റിയിട്ടും, അതുപോലെ തന്നെ യൂണിറ്റ് 14 പറയുന്നത് നമ്മുടെ ലേബർ മാർക്കറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതുപോലെ യൂണിറ്റ് 15 പറയുന്നത് നമ്മുടെ ലാൻഡ് മാർക്കറ്റിനെ പറ്റിയിട്ടുമാണ് കവർ ചെയ്യുന്നത്. ഇത്രയാണ് ബ്ലോക്ക് 5 ഉള്ളത്. ഇനി അടുത്തത് നമ്മൾ ബ്ലോക്ക് 6 വരുവാണെങ്കിൽ വെൽഫെയർ, മാർക്കറ്റ് ഫെയിലിയർ ആൻഡ് ദ റോൾ ഓഫ് ഗവൺമെന്റ് ഇതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിൽ യൂണിറ്റ് 16 അതായത് 16 പറയുന്നത് വെൽഫെയർ, അലോക്കേറ്റ്, എഫിഷ്യൻസി അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ആൻഡ് യൂണിറ്റ് 17 പറയുന്നത് എഫിഷ്യൻസി ഓഫ് മാർക്കറ്റ് മെക്കാനിസം, മാർക്കറ്റ് ഫെയിലിയർ ആൻഡ് ദ റോൾ ഓഫ് ദ സ്റ്റേറ്റ്. അതായത് എക്കണോമിക്സ് എന്ന് പറയുന്നത് നമുക്കൊരു സിമ്പിൾ സബ്ജക്റ്റ് ആണ്. അതിൽ മെയിനായിട്ട് നമ്മൾ കവർ ചെയ്യുന്നത് നമ്മുടെ ഈ കോമ്പറ്റീഷൻ, അതായത് ഓരോരോ മാർക്കറ്റിനെ പറ്റിയിട്ടും ഓരോരോ ഫാക്ടർ മാർക്കറ്റിനെ പറ്റിയിട്ടും അതുപോലെയുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള ഒരു പേപ്പറാണ് ഇൻട്രൊഡക്ടറി ടു മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളായാലും ഇംഗ്ലീഷിലായാലും നമ്മൾ പറയുന്നത് നമുക്ക് വേണ്ടുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഒരു ഇന്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യണം, അതുപോലെ തന്നെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് അതിലും പറയുന്നത്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ്. അടുത്തത് നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നതാണ്. അതായത് BCOC 131 എന്നതാണ് കോഡ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ബ്ലോക്ക് 1 ആദ്യം പറയുന്നത് തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് ആണ്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് അക്കൗണ്ടിങ്, അതായത് അക്കൗണ്ടിങ്ങിന്റെ നേച്ചർ എന്താണ്, പ്രത്യേകത എന്തൊക്കെയാണ്, അക്കൗണ്ടിങ്ങിന്റെ സ്കോപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. പിന്നെ പറയുന്നത് അക്കൗണ്ടിങ് പ്രോസസ് ആൻഡ് റൂൾസ്, അതായത് അക്കൗണ്ടിങ്ങിൽ നമുക്കറിയാം അക്കൗണ്ടിങ്ങിൽ മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടേംസ് ആണ് ഡെബിറ്റ്, ക്രെഡിറ്റ്.
ഇതിന് കുറച്ച് റൂൾസും കാര്യങ്ങളും ഉണ്ട്. അതായത് ഡെബിറ്റ് എങ്ങനെ, റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻസ്, അതുപോലെ തന്നെ ഡെബിറ്റ് നമ്മൾ എങ്ങനെ തിരഞ്ഞെടുക്കുന്നു, ക്രെഡിറ്റ് നമ്മൾ എങ്ങനെ തിരഞ്ഞെടുക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അക്കൗണ്ടിങ് പ്രോസസ് ആൻഡ് റൂൾസിൽ പറയുന്നത്. പിന്നെ വരുന്നതാണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ അതിന്റെ തത്വങ്ങൾ, നമ്മൾ ഒരു കാര്യം ഏതൊരു കാര്യം എടുത്താലും അതിന്റെ ബേസ് എന്നാണ് തുടങ്ങുന്നത്. അപ്പൊ അതിന്റെ പ്രിൻസിപ്പിൾസ് ആണ് യൂണിറ്റ് 3 പറയുന്നത്. ദെൻ യൂണിറ്റ് 4 പറയുന്നത് നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ പറ്റിയിട്ടാണ്. ഒരുപാട് സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളും നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ പറയുന്നുണ്ട്. ആ കാര്യങ്ങളെ പറ്റിയിട്ടാണ് യൂണിറ്റ് 4 പറയുന്നത്. അതായത് നമുക്ക് നോക്കുവാണെങ്കിൽ ബ്ലോക്ക് 1 ആദ്യം നമ്മുടെ ബേസ്, അക്കൗണ്ടൻസിന്റെ ബേസ് ആണ് പറഞ്ഞു തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ബേസിൽ നിന്ന് പഠിച്ചു തുടങ്ങുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഏറ്റവും സിമ്പിൾ ആണ് അതുകൊണ്ട്, കാരണം ബേസ് തൊട്ട് തുടങ്ങുന്നതുകൊണ്ട്. അടുത്തത് പറയുന്നത് ബ്ലോക്ക് 2 അക്കൗണ്ടിങ് പ്രോസസ്സിനെ പറ്റിയിട്ടാണ്. അതായത് ജേണൽ ലെഡ്ജർ, അതാണ് യൂണിറ്റ് 5 പറയുന്നത്. ജേണൽ ലെഡ്ജർ എന്ന് പറയുന്നത് നമ്മൾ അക്കൗണ്ടൻസി തുടങ്ങുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു, നമ്മൾ റൂൾസ് പഠിക്കും, സ്റ്റാൻഡേർഡ്സ് പഠിക്കും. അതിൽ ജേണൽ ആൻഡ് ലെഡ്ജർ എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ അക്കൗണ്ടൻസി തുടങ്ങുന്നത് നമ്മൾ കാല് വെക്കുന്നത് തന്നെ ജേണലിലാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ലെഡ്ജർ വരുന്നത്. സിമ്പിൾ ആണ്. ജേണൽ പഠിച്ചു കഴിഞ്ഞാൽ ലെഡ്ജറിലേക്ക് എത്താമെന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. നമ്മൾ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിൽ ലെഡ്ജറിലോട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞ് വരുന്നതാണ് സബ്സിഡറി ബുക്ക് എന്ന് പറയുന്നത്. യൂണിറ്റ് 6 സബ്സിഡറി ബുക്ക് എന്ന് പറയുന്നത് നമുക്ക് വരുന്ന എക്സ്ട്രാ കാര്യങ്ങളാണ്. അതായത് നമ്മുടെ സെയിൽസ് ബുക്ക്, പർച്ചേസ് റിട്ടേൺ ബുക്ക്, സെയിൽസ് റിട്ടേൺ ബുക്ക്, ബിൽസ് റിസീവബിൾ, ബിൽസ് പേയബിൾ, ഇതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ആൻഡ് യൂണിറ്റ് 7 പറയുന്നത് നമ്മുടെ ട്രയൽ ബാലൻസിനെ പറ്റിയിട്ടാണ്. മെയിൻ ആയിട്ട് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് ടു നോ ദ അരിതമെറ്റിക്കൽ ആക്യുറസി അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത്രയാണ് ബ്ലോക്ക് 2 വരുന്നത്. അതായത് ഞാൻ പറഞ്ഞു ബ്ലോക്ക് 1 ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. അത് നമ്മൾ പഠിച്ചാൽ തന്നെ ബ്ലോക്ക് 2 നമുക്ക് സിമ്പിൾ ആയിട്ട് കവർ ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്തത് ബ്ലോക്ക് 3 വരുന്നത് നമ്മുടെ ഫൈനൽ അക്കൗണ്ടിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് യൂണിറ്റ് 8 പറയുന്നത് ഡിപ്രീസിയേഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഡിക്രീസിങ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റിന്റെ വാല്യൂ കുറയുന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഡിപ്രീസിയേഷൻ കാണാൻ വേണ്ടിയിട്ട് പല മെത്തേഡ്സ് ഉണ്ട്. അതായത് ഫിക്സഡ് ലൈൻ മെത്തേഡ് ഉണ്ട്, സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ഉണ്ട്, അതുപോലെ തന്നെ ആന്വിറ്റി മെത്തേഡ്, അങ്ങനെ പല മെത്തേഡ്സ് ഉണ്ട് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ മെത്തേഡ്സും കാര്യങ്ങളും ഒക്കെയാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ പറയുന്നത്. അടുത്തത് യൂണിറ്റ് 9 പറയുന്നത് നമ്മുടെ ഫൈനൽ അക്കൗണ്ടിനെ പറ്റിയിട്ടാണ്. അതായത് നമ്മുടെ ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, നമ്മൾ ആദ്യം ജേണൽ പ്രിപ്പയർ ചെയ്യും, ലെഡ്ജർ പ്രിപ്പയർ ചെയ്യും, അതിനുശേഷം ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യും. ആ ട്രയൽ ബാലൻസിന്റെ ബേസിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യും. അപ്പം ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഫൈനൽ അക്കൗണ്ടിൽ വരുന്നത്. ഓക്കെ, അത് തന്നെയാണ് യൂണിറ്റ് 10 ഫൈനൽ അക്കൗണ്ടിന്റെ രണ്ടാമത്തെ പാർട്ടാണ് പറയുന്നത്. ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ട്രയൽ ബാലൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്, ഇതാണ് നമ്മുടെ ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. അതിന്റെ ഫസ്റ്റ് പാർട്ടാണ് യൂണിറ്റ് 9 ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് യൂണിറ്റ് 10 വരുന്നത് അതിന്റെ സെക്കൻഡ് പാർട്ടാണ്. അടുത്തത് പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ ബ്ലോക്ക് 4 പറയുന്നത് ഹയർ പർച്ചേസ് ആൻഡ് ഇൻലാൻഡ് ബ്രാഞ്ചസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിൽ യൂണിറ്റ് 11 പറയുന്നത് ഹയർ പർച്ചേസ് അക്കൗണ്ട് ഫസ്റ്റ്, അതുപോലെ തന്നെ യൂണിറ്റ് 12 അതിന്റെ തന്നെ രണ്ടാം പാർട്ടായ ഹയർ പർച്ചേസ് അക്കൗണ്ട് സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. ആൻഡ് യൂണിറ്റ് 13 പറയുന്നത് നമ്മുടെ ബ്രാഞ്ച് അക്കൗണ്ടിനെ പറ്റിയിട്ടും, അതുപോലെ തന്നെ യൂണിറ്റ് 14 പറയുന്നത് നമ്മുടെ ബ്രാഞ്ച് അക്കൗണ്ട് സെക്കൻഡ്, അതായത് അതിന്റെ തന്നെ കണ്ടിന്യൂഷൻ ആണ് യൂണിറ്റ് 14 പറയുന്നത്. അടുത്തത് പറയുന്നത് ബ്ലോക്ക് 5 കൺസൈൻമെന്റ് ആൻഡ് ജോയിന്റ് വെഞ്ചേഴ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് യൂണിറ്റ് 15 ഫസ്റ്റ് പറയുന്നത് കൺസൈൻമെന്റ് അക്കൗണ്ടിനെ പറ്റിയിട്ടാണ്. കൺസൈൻമെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനായാലും എളുപ്പം തന്നെയാണ്. രണ്ട് പാർട്ടീസ് ആണുള്ളത്, കൺസൈനർ ആൻഡ് കൺസൈനി. അത് എന്താണെന്നുള്ള കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ് കൺസൈൻമെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ യൂണിറ്റ് 16 പറയുന്നത് കൺസൈൻമെന്റ് അക്കൗണ്ട് 2, അതായത് പാർട്ട് 1 കണ്ടിന്യൂഷൻ ആണ് 2 പറയുന്നത്. അത് കഴിഞ്ഞ് യൂണിറ്റ് 17 വരുന്നത് ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത്രയും പാർട്ടാണ് ബ്ലോക്ക് 5 വരുന്നത്, അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ. അടുത്തത് വരുന്നത് ബ്ലോക്ക് 6 ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് ഫസ്റ്റ് പാർട്ടിൽ പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആൻഡ് ക്രിയേഷൻ ഓഫ് കമ്പനി, അതായത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടും കമ്പനി ക്രിയേഷനെ പറ്റിയിട്ടുമാണ് ഫസ്റ്റ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ യൂണിറ്റ് 19 പറയുന്നത് ക്രിയേറ്റിംഗ് മാസ്റ്റേഴ്സും, ആൻഡ് യൂണിറ്റ് 20 പറയുന്നത് വൗച്ചർ എൻട്രീസ് ആൻഡ് ഇൻവോയ്സിങ്. അതായത് നമ്മൾ ഒരു സാധനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് വൗച്ചർ കിട്ടുന്നത്, പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബില്ല് കിട്ടുമല്ലോ. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള അതിന്റെ എൻട്രീസും അതിന്റെ ഇൻവോയ്സും കാര്യങ്ങളും കുറിച്ചാണ് യൂണിറ്റ് 20 പറയുന്നത്. 21 പറയുന്നത് അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള പ്രിപ്പറേഷൻ ഓഫ് റിപ്പോർട്ട്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്.
ഇത്രയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പറയുന്നത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മൾ ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ നമുക്ക് ബേസ് തൊട്ടിട്ടാണ് തുടങ്ങുന്നത്. എല്ലാം ബേസിൽ നിന്നാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ക്രാക്ക് ചെയ്ത് പോവാവുന്നതേ ഉള്ളൂ. നമ്മൾ +2 പഠിച്ച ആ ഒരു ബേസും അതുപോലെ തന്നെ നമ്മൾ ഇവിടെ തന്നെ തുടങ്ങുന്നത് ബേസിൽ നിന്നാണ്. ബേസിൽ നിന്ന് തുടങ്ങിയിട്ട് ഫൈനൽ അക്കൗണ്ടിൽ എത്തി കൺസൈൻമെന്റിൽ എത്തിയിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലേക്കാണ് എത്തുന്നത്. ഇനി അടുത്ത ഇതാണ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്ട്. അതിന്റെ കോഡ് എന്ന് പറയുന്നത് BCOLA 138 എന്ന് പറയുന്നതാണ് ബിസിനസ് കമ്മ്യൂണിക്കേഷന്റെ കോഡ്. അതിൽ ഫസ്റ്റ് പറയുന്നത് ബേസിക് കൺസെപ്റ്റ് ഓഫ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ. ബിസിനസ് കമ്മ്യൂണിക്കേഷന്റെ യൂണിറ്റ് 1, അതായത് ഓരോരോ ബ്ലോക്കിനെയും ഓരോരോ യൂണിറ്റ് ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് 1 പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ. ഏറ്റവും ഈസിയസ്റ്റ് സബ്ജക്റ്റ് ആണ് ഇൻട്രൊഡക്ഷൻ ഓഫ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കാരണം നമുക്ക് കോമൺ ആയി നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടും നമ്മുടെ കമ്മ്യൂണിക്കേഷന്റെ ബാരിയേഴ്സ്, അതുപോലെ തന്നെ അതിന്റെ ഇൻട്രൊഡക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷനിൽ സെൻഡർ ആര്, റിസീവർ ആര്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഫീഡ്ബാക്ക് എന്ത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ യൂണിറ്റ് 2 പറയുന്നത് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനെ പറ്റിയിട്ടാണ്. അതായത് നമുക്ക് പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. നമുക്ക് തന്നെ അറിയാം, ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഏറ്റവും സിമ്പിൾ ആണ്, ഗ്രേപ്പ് വൈൻ എന്നൊക്കെ പേരേ ഉള്ളൂ. നമുക്ക് ഒരാളെടുക്കുന്ന ഒരു കാര്യം, ഒരു ദൂഷണം പോലെ വേറൊരാൾക്ക് എത്തുന്നത്, ഇങ്ങനെ പടർന്നു പോകുന്നത്, മുന്തിരിക്കൊല പോലെ പടർന്നു പോകുന്ന കമ്മ്യൂണിക്കേഷൻ ആണ് ഈ ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ പറയുന്നത്. അടുത്തത് യൂണിറ്റ് 3. യൂണിറ്റ് 3 പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് കമ്മ്യൂണിക്കേഷൻ. ബിസിനസ് കമ്മ്യൂണിക്കേഷന്റെ ഇൻട്രൊഡക്ഷനെ പറ്റിയിട്ടുള്ള പാർട്ടാണ് യൂണിറ്റ് 3 പറയുന്നത്. ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്ത് എന്നും ദെൻ ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ, അതായത് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ആണ് യൂണിറ്റ് 3 പറയുന്നത്. ദെൻ യൂണിറ്റ് 4 പറയുന്നത് പേർപ്പസ് ഓഫ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ. അതായത് നമ്മൾ ഇൻട്രൊഡക്ഷൻ ഓഫ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു, അതിന്റെ ഉപയോഗം, അതിന്റെ പേർപ്പസ് എന്ത് എന്നുള്ളതാണ് യൂണിറ്റ് 4 പറയുന്നത്. ദെൻ മൂവ് ഓൺ ടു യൂണിറ്റ് 5 പറയുന്നത് ചാനൽസ് ഓഫ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ. ഏതൊക്കെ ചാനൽസ് ആണ് ഉള്ളത് എന്നാണ് യൂണിറ്റ് 5 പറയുന്നത്. അത് കഴിഞ്ഞ് വരുന്നതാണ് ബിസിനസ് കറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ യൂണിറ്റ് 6 പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ലെറ്റർ റൈറ്റിംഗ്. അതായത് നമ്മൾ ഒരു ലെറ്റർ എഴുതുന്ന സമയത്ത്, നമ്മളൊരു ഒഫീഷ്യലി ഒരു ലെറ്റർ എഴുതുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിനെ പറ്റിയിട്ടാണ് യൂണിറ്റ് 6 പറയുന്നത്. ദെൻ യൂണിറ്റ് 7 പറയുന്നത് ബിസിനസ് കറസ്പോണ്ടൻസിനെ പറ്റിയിട്ടും അതിന്റെ തന്നെ സെക്കൻഡ് പാർട്ടാണ് യൂണിറ്റ് 8 ബിസിനസ് കറസ്പോണ്ടൻസ് 2 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. അടുത്തത് വരുന്നത് യൂണിറ്റ് 9 ആണ്. യൂണിറ്റ് 9 പറയുന്നത് മീറ്റിംഗിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ യൂണിറ്റ് 10 മീറ്റിംഗിന്റെ സെക്കൻഡ് പാർട്ട്, അതായത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, എങ്ങനെ ആയിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബിസിനസ് കമ്മ്യൂണിക്കേഷനിൽ അടുത്തത് പറയുന്നത് റിപ്പോർട്ട് റൈറ്റിംഗിനെ പറ്റിയിട്ടാണ്. യൂണിറ്റ് 11 പറയുന്നത് ബിസിനസ് റിപ്പോർട്ടിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ യൂണിറ്റ് 12 പറയുന്നത് പ്രോസസ് ഓഫ് റൈറ്റിംഗ് എ റിപ്പോർട്ട്. ഒരു റിപ്പോർട്ട് എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ പറ്റിയിട്ടാണ് യൂണിറ്റ് 12 പറയുന്നത്. ആൻഡ് യൂണിറ്റ് 13 പറയുന്നത് പ്രോസസ് ഓഫ് റൈറ്റിംഗ്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. അടുത്തത് പറയുന്നത് വൊക്കാബുലറി ഓഫ് ബിസിനസ് റൈറ്റിംഗ്. അതിൽ യൂണിറ്റ് 14 പറയുന്നത് സം ബിസിനസ് ടേംസ്, അതായത് നമുക്ക് അറിയാം, കുറച്ച് നമുക്ക് അറിയാത്ത ജെറണ്ട് കാര്യങ്ങൾ, വേർഡ്സ് ഒക്കെ ഉണ്ട്, അതിനെ പറ്റിയിട്ടുള്ളതാണ് പറയുന്നത്. സം ബിസിനസ് ടേംസ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റിൽ പറയുന്നത്. അതുപോലെ തന്നെയാണ് യൂണിറ്റ് 15 പറയുന്നത് സം ബിസിനസ് ടേംസ് ഇൻ സെക്കൻഡ്, അതായത് അതിന്റെ സെക്കൻഡ് പാർട്ടാണ് പറയുന്നത്. യൂണിറ്റ് 16 പറയുന്നത് വേർഡ്സ് ഓഫൺ കൺഫ്യൂസ്ഡ്, നമുക്ക് കുറച്ച് കൺഫ്യൂസ്ഡ് ആവുന്ന വേർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. യൂണിറ്റ് 17 പറയുന്നത് വേർഡ്സ് ഓഫൺ മിസ്പെൽറ്റ്, അതായത് നമുക്ക് തെറ്റായ വേർഡുകളില്ലേ, അപ്പൊ അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെയാണ് യൂണിറ്റ് 17 പറയുന്നത്. അടുത്തത് പറയുന്നത് കോൺഫറൻസിങ് ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് ജോബ് മാർക്കറ്റ്. അതിൽ യൂണിറ്റ് 18 പറയുന്നത് വോയിസ് മെയിൽ, വീഡിയോ കോൺഫറൻസിങ് ആൻഡ് കോൺഫറൻസ് കോളിനെ പറ്റിയിട്ടാണ്. അതുപോലെ തന്നെ യൂണിറ്റ് 19 പറയുന്നത് പ്രിപ്പയറിംഗ് ഫോർ ജോബ് മാർക്കറ്റിനെ പറ്റിയിട്ടുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തത് പറയുന്നത് വാല്യൂ എഡ്യൂക്കേഷൻ എന്നുള്ള സബ്ജക്റ്റിനെ പറ്റിയിട്ടാണ്. അതിന്റെ കോഡ് വരുന്നത് BEDSB101, അതാണ് വാല്യൂ എഡ്യൂക്കേഷന്റെ കോഡ് വരുന്നത്. അതിൽ ഫസ്റ്റ് ബ്ലോക്കിൽ പറയുന്നത് കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക്, അതായത് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് പോലെയാണ് പറയുന്നത്. പിന്നെ വരുന്ന ബ്ലോക്ക് 2 ചേഞ്ചിങ് കൾച്ചർ ആൻഡ് ഹ്യൂമൻ വാല്യൂസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ദെൻ ബ്ലോക്ക് 3 പറയുന്നത് തിയററ്റിക്കൽ ഫൗണ്ടേഷൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ആൻഡ് ബ്ലോക്ക് 4 പറയുന്നത് സോഷ്യൽ ഡൈനാമിക് ആൻഡ് വാല്യൂ ഡെവലപ്മെന്റിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ബ്ലോക്ക് 5 സോഷ്യൽ ലിങ്കേജസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഒന്നും കൂടി പറയാം, വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ബ്ലോക്ക് 1 കൺസെപ്ച്വൽ ഫ്രെയിംവർക്കിനെ പറ്റിയിട്ടും ദെൻ ചേഞ്ചിങ് കൾച്ചർ ആൻഡ് ഹ്യൂമൻ വാല്യൂസിനെ പറ്റിയിട്ടുമാണ് ബ്ലോക്ക് 2 പറയുന്നത്. 3 തിയററ്റിക്കൽ ഫൗണ്ടേഷനെ പറ്റിയിട്ടും ബ്ലോക്ക് 4 സോഷ്യൽ ഡൈനാമിക് ആൻഡ് വാല്യൂ ഡെവലപ്മെന്റിനെ പറ്റിയിട്ടുമാണ് പറയുന്നത്. ബ്ലോക്ക് 5 സോഷ്യൽ ലിങ്കേജസിനെ പറ്റിയിട്ടും.
അടുത്ത നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ബ്ലോക്ക് വൈസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എത്ര ബ്ലോക്ക് ഉണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടു. ഇനി ഈ ഓരോ ബ്ലോക്കിനെയും ഓരോ യൂണിറ്റ് ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അതിൽ ഓരോ യൂണിറ്റും എന്താ വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് ദ കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക്. ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നത് സോഷ്യൽ നലൈസ് ആൻഡ് ദ നീഡ് ഫോർ ദ വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ. അതായത് എന്താണ് വാല്യൂ എഡ്യൂക്കേഷന്റെ നീഡ്സ്, ഇമ്പോർട്ടൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് 1 ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ യൂണിറ്റ് 2 പറയുന്നത് കൺസെപ്റ്റ് ഓഫ് മൊറാലിറ്റി ആൻഡ് മോറൽ എഡ്യൂക്കേഷനെ പറ്റിയിട്ടും അതുപോലെ തന്നെ യൂണിറ്റ് 3 പറയുന്നത് ഡയമെൻഷൻസ് ഓഫ് മൊറാലിറ്റിനെ പറ്റിയിട്ടും യൂണിറ്റ് 4 പറയുന്നത് പില്ലേഴ്സ് ഓഫ് ഡെമോക്രസി ആൻഡ് ലിവിംഗ് ഇൻ പീസ് ആൻഡ് ഹാർമണി. ഏതൊക്കെയാണ് ഡെമോക്രസീന്റെ പില്ലേഴ്സ്, അതായത് അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് 4 ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അടുത്ത ബ്ലോക്ക് 2 പറഞ്ഞിരിക്കുന്നത് ചേഞ്ചിങ് കൾച്ചർ ആൻഡ് ഹ്യൂമൻ വാല്യൂസിനെ പറ്റിയിട്ടാണ്. അതിൽ യൂണിറ്റ് 1 പറയുന്നത് ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹ്യൂമൻ വാല്യൂസ്, അതായത് എന്താണ് ഇന്ത്യൻ കൾച്ചർ, എന്താണ് ഹ്യൂമൻ വാല്യൂസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ് യൂണിറ്റ് 1 കവർ ചെയ്യുന്നത്. അടുത്തത് പറയുന്നത് യൂണിറ്റ് 2 വാല്യൂസ് എൻഷുറിഡ് ആൻഡ് ഇന്ത്യൻ ഫിലോസഫിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ആൻഡ് യൂണിറ്റ് 3 പറയുന്നത് കൾച്ചറൽ പ്യൂറലിസം ഇൻ ഇന്ത്യൻ സൊസൈറ്റി എന്നതിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് യൂണിറ്റ് 4 പറയുന്നത് വാല്യൂസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വാല്യൂസിനെ പറ്റിയിട്ടാണ് യൂണിറ്റ് 4 ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ബ്ലോക്ക് 3 പറയുന്നത് തിയററ്റിക്കൽ ഫൗണ്ടേഷൻസിനെ പറ്റിയിട്ടാണ്, തിയറീസ് ഓഫ് ഗുഡ്നസ്. അതുപോലെ തന്നെ യൂണിറ്റ് 2 പറയുന്നത് തിയറീസ് ഓഫ് കണ്ടക്ട്. ആൻഡ് യൂണിറ്റ് 3 പറയുന്നത് റീസൺ ആൻഡ് ഇമോഷൻസ് ഓഫ് ഹ്യൂമൻ കണ്ടക്ട്. ആൻഡ് യൂണിറ്റ് 4 പറയുന്നത് ക്യാരക്ടർ ആൻഡ് പേഴ്സണാലിറ്റി, നമ്മുടെ ക്യാരക്ടറും പേഴ്സണാലിറ്റിയും എന്തൊക്കെയാണ്, എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്, അതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ജനറൽ സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വാല്യൂ എഡ്യൂക്കേഷൻ എന്നുള്ള നമ്മുടെ ഈ സബ്ജക്റ്റിൽ കവർ ചെയ്തു പോകുന്നത്. അടുത്ത ബ്ലോക്ക് 4 സോഷ്യൽ ഡൈനാമിക് ആൻഡ് വാല്യൂ ഡെവലപ്മെന്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് അതിൽ ഫസ്റ്റ് യൂണിറ്റ് പറയുന്നത് പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ പ്രോസസ്സിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് യൂണിറ്റ് 2, അതായത് സോഷ്യൽ ഇന്ററാക്ഷൻ ആൻഡ് ഹ്യൂമൻ വാല്യൂസിനെ പറ്റിയിട്ടാണ് യൂണിറ്റ് 2 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് യൂണിറ്റ് 3 പറയുന്നത് അതായത് വാല്യൂസ് കോൺഫ്ലിക്ട് ആൻഡ് റെസൊല്യൂഷൻ, അതായത് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് തർക്കം എന്നാണ് അതിന്റെ മീനിങ്. അതുപോലെ തന്നെ അതിന്റെ റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെയാണ് യൂണിറ്റ് 3 പറയുന്നത്. ദെൻ യൂണിറ്റ് 4 പറയുന്നത് ദ പ്രോസസ് ഓഫ് ഹ്യൂമൻ അഡ്ജസ്റ്റ്മെന്റിനെ പറ്റിയിട്ടാണ് യൂണിറ്റ് 4 പറയുന്നത്. അടുത്ത നോക്കുവാണെങ്കിൽ വാല്യൂ എഡ്യൂക്കേഷന്റെ ബ്ലോക്ക് 5 പറയുന്നത് സോഷ്യൽ ലിങ്കേജസ്, അതായത് യൂണിറ്റ് 1 പറയുന്നത് വാല്യൂ ഡെവലപ്മെന്റ് ത്രൂ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫാമിലി ആൻഡ് നൈബർഹുഡ്, അതായത് വാല്യൂ ഡെവലപ്മെന്റ് ത്രൂ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫാമിലി ആൻഡ് നൈബർഹുഡിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് 1 ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ യൂണിറ്റ് 2 പറയുന്നത് സ്കൂൾ ആൻഡ് പിയർ. ആൻഡ് യൂണിറ്റ് 3 പറയുന്നത് റോൾ ഓഫ് പാരന്റ്സ്. ആൻഡ് യൂണിറ്റ് 4 പറയുന്നത് ഇൻഫ്ലുവൻസ് ഓഫ് മീഡിയ ഓൺ വാല്യൂ ഡെവലപ്മെന്റ്, അതായത് നമ്മുടെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ബ്ലോക്ക് 5 പറയുന്നത്. അടുത്ത നമ്മുടെ സബ്ജക്ട് എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ സ്റ്റഡീസ് ആണ്. എൻവയോൺമെന്റൽ സ്റ്റഡീസിന്റെ കോഡ് എന്ന് പറയുന്നത് BEVAE 181 ആണ് നമ്മുടെ എൻവയോൺമെന്റൽ സ്റ്റഡീസിന്റെ കോഡ് പറയുന്നത്. ഇത് നമുക്ക് നോക്കുവാണെങ്കിൽ 4 ബ്ലോക്കാണ് എൻവയോൺമെന്റൽ സ്റ്റഡീസിലുള്ളത്. ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു എൻവയോൺമെന്റ് ആൻഡ് എൻവയോൺമെന്റൽ സ്റ്റഡീസ്. സെക്കൻഡ് ബ്ലോക്ക് വരുന്നത് നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ്. തേർഡ് ബ്ലോക്ക് വരുന്നത് എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആൻഡ് കൺസേൺ. ആൻഡ് ഫോർത്ത് ബ്ലോക്ക് വരുന്നത് പ്രൊട്ടക്ടിങ് അവർ എൻവയോൺമെന്റ് പോളിസീസ് ആൻഡ് പ്രാക്ടീസസ്. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ദെൻ ഗ്ലോസറി. ഇത്രയാണ് എൻവയോൺമെന്റിലെ ബ്ലോക്കുകളും കാര്യങ്ങളും വരുന്നത്. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു എൻവയോൺമെന്റ് ആൻഡ് എൻവയോൺമെന്റൽ സ്റ്റഡീസ്, ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അതിൽ യൂണിറ്റ് 1 എന്ന് പറയുന്നത് അവർ എൻവയോൺമെന്റ്, നമ്മുടെ എൻവയോൺമെന്റൽ സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് യൂണിറ്റ് 1 പറയുന്നത്. അതുപോലെ തന്നെ യൂണിറ്റ് 2 പറയുന്നത് നമ്മുടെ എക്കോസിസ്റ്റത്തിനെ പറ്റിയിട്ടാണ്. അതുപോലെ തന്നെ യൂണിറ്റ് 3 പറയുന്നത് ഏതൊക്കെയാണ് നമ്മുടെ മേജർ എക്കോസിസ്റ്റം, അതായത് യൂണിറ്റ് 2 കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന മേജർ എക്കോസിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് യൂണിറ്റ് 3 പറയുന്നത്. ഇത്രയാണ് ബ്ലോക്ക് 1 ഉള്ളത്. ആൻഡ് ബ്ലോക്ക് 2 പറയുന്നത് നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ്, അതായത് യൂണിറ്റ് 4 പറയുന്നത് ഫസ്റ്റ് നമുക്കറിയാം നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് ഏതൊക്കെയാണെന്നുള്ളത്. അതിൽ ഫസ്റ്റ് ആയ ലാൻഡ് ആൻഡ് വാട്ടർ റിസോഴ്സസിനെ പറ്റിയിട്ടാണ് യൂണിറ്റ് 4 ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് യൂണിറ്റ് 5 ഫോറസ്റ്റ് റിസോഴ്സസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ദെൻ യൂണിറ്റ് 6 പറയുന്നത് ബയോഡൈവേഴ്സിറ്റി, വാല്യൂസ് ആൻഡ് സർവീസസ് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. യൂണിറ്റ് 7 പറയുന്നത് എനർജി റിസോഴ്സസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുമ്പോൾ ടെൻഷൻ ആവാനോ പാനിക് ആവേണ്ട കാര്യമില്ല. കാരണം എല്ലാം ബേസിക് ആണ്. നമ്മുടെ സബ്ജക്ട് എന്ന് പറയുന്നത് ബേസിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ കൺസെപ്റ്റും കാര്യങ്ങളും മനസ്സിലാക്കി വെച്ചാൽ മതി.
അത്രയും എളുപ്പമാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. ഈ എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടിനെ പറ്റിയിട്ടുള്ള ഒരു പഠനമാണ്. അപ്പൊ നമുക്ക് ഏകദേശം അറിയാം നമുക്ക് എന്താണ് നമ്മുടെ എൻവയോൺമെന്റ്, എങ്ങനെയാണ് നമ്മുടെ എക്കോസിസ്റ്റം, എന്തൊക്കെ നാച്ചുറൽ റിസോഴ്സസ് ആണ് നമുക്ക് ഉള്ളത് എന്നുള്ളത്. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള ഒരു കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് ഇതിൽ നടക്കുന്നത്. അപ്പൊ നമുക്ക് കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് എളുപ്പത്തിൽ നമുക്ക് പഠിക്കാവുന്ന ഒരു സബ്ജക്റ്റും കൂടിയാണ് ഇത്. അടുത്ത ബ്ലോക്ക് 3 പറയുന്നത് എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആൻഡ് കൺസേണിനെ പറ്റിയിട്ടാണ് പറയുന്നത്. നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതല്ലേ. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അത് യൂണിറ്റ് 8 പറയുന്നത് ബയോഡൈവേഴ്സിറ്റി, ത്രെറ്റ്സ് ആൻഡ് കൺസർവേഷൻ, ആൻഡ് യൂണിറ്റ് 9 പറയുന്നത് എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആൻഡ് ഹസാർഡ്സ്. അതായത് നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ പൊല്യൂട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. എൻവയോൺമെന്റൽ പൊല്യൂഷനെ പറ്റിയിട്ടും ആൻഡ് ഹസാർഡ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് യൂണിറ്റ് 9 നമുക്ക് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് യൂണിറ്റ് 10 പറയുന്നത് നമ്മുടെ വേസ്റ്റ് മാനേജ്മെന്റിനെ പറ്റിയിട്ടാണ്. യൂണിറ്റ് 11 പറയുന്നത് ഗ്ലോബൽ എൻവയോൺമെന്റൽ ഇഷ്യൂസ്. നമുക്ക് ഈ ബ്ലോക്ക് എടുക്കുകയാണെങ്കിൽ മനസ്സിലാവും എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആൻഡ് കൺസേൺ എന്ന് പറയുന്നത് നോർമൽ ആയിട്ട് നമുക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇതിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഏകദേശം ഇതിനെ പറ്റിയിട്ടൊക്കെ ഒരു അവയർനെസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ഇത് മനസ്സിലാവുന്ന ഒരു സബ്ജക്റ്റും കൂടിയാണ്. അടുത്ത ബ്ലോക്ക് 4 എന്ന് പറയുന്നത് പ്രൊട്ടക്ടിങ് അവർ എൻവയോൺമെന്റ് പോളിസീസ് ആൻഡ് പ്രാക്ടീസസ്. അതായത് യൂണിറ്റ് 12 പറയുന്നത് എൻവയോൺമെന്റൽ ലെജിസ്ലേഷനെ പറ്റിയിട്ടും യൂണിറ്റ് 13 പറയുന്നത് ഹ്യൂമൻ കമ്മ്യൂണിറ്റീസ് ആൻഡ് എൻവയോൺമെന്റ് പറ്റിയിട്ടും അതുപോലെ തന്നെ യൂണിറ്റ് 14 പറയുന്നത് നമ്മുടെ എൻവയോൺമെന്റൽ എത്തിക്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ബ്ലോക്ക് 4 നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പം ഇത്രയും നമ്മുടെ സിലബസിനെ പറ്റിയിട്ട് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയാണ് നമ്മളുടെ സിലബസും കാര്യങ്ങളും ഞാൻ പറഞ്ഞത്. അപ്പം നമുക്ക് ഇത്രയേ ഉള്ളൂ. ഈ പഠിക്കാനുള്ളത് വളരെ എളുപ്പമാണ്. എന്ത് തന്നെയായാലും നമുക്ക് ബേസിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നമുക്കറിയാം നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് ഒക്കെ ആപ്പിൽ അവൈലബിൾ ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാലോ. അപ്പം അതിന്റെ റെക്കോർഡഡ് ക്ലാസ്സസിൽ തന്നെ നമുക്കറിയാം നമുക്ക് അതിന്റെ താഴെയായിട്ട് അതായത് ഹെൽപ്പ് ബുക്ക് അല്ലെങ്കിൽ വാല്യൂ ആഡഡ് നോട്ട് VA എന്ന് പറഞ്ഞിട്ട് കാണാം. അതായത് ഇത് പറയുന്നത് നമ്മുടെ ഷോർട്ട് നോട്ടാണ്. അതായത് നമ്മുടെ നോട്ടിന്റെ ഏറ്റവും ചുരുക്കമായ രൂപമാണ് ഇത് പറയുന്നത്. ഓക്കെ, അടുത്തത് പറയുന്നത് SLM ആണ്. SLM എന്ന് പറയുന്നത് സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ. അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ നമുക്ക് കിട്ടുന്ന ഇഗ്നോ ടെക്സ്റ്റ് ബുക്കിന്റെ സെയിം കോപ്പിയാണ് ഈ SLM എന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആ വീഡിയോ കാണോ, വീഡിയോ കണ്ടതിന് ശേഷം നമ്മൾ അതിന്റെ മെറ്റീരിയലായ SLM വായിക്കുക. അതിനുശേഷം അതിന്റെ ഹെൽപ്പ് ബുക്ക് അല്ലെങ്കിൽ വാല്യൂ ആഡഡ് നോട്ടായ ഷോർട്ട് നോട്ടും കൂടി വായിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഒരു ലെക്ചർ നോട്ട് പ്രിപ്പയർ ചെയ്യണം. പിന്നെ വരുന്നതാണ് എക്സാം പീഡിയ എന്ന് പറഞ്ഞിട്ടുള്ളത്. എക്സാം പീഡിയ എന്ന് പറയുന്നത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതായത് ഇഗ്നോയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ആപ്പിൽ ഉള്ളത്. അപ്പം ഒരു വീഡിയോ നമ്മൾ കാണുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ ഗോ ത്രൂ ചെയ്യാം. നമുക്ക് എന്തായാലും വിജയം ഉറപ്പാണ്. കാരണം ലേൺ വൈസ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അതിലുള്ള എല്ലാ സപ്പോർട്ടും ലേൺ വൈസും അതുപോലെ തന്നെ നമ്മുടെ മെന്റേഴ്സ് നമ്മൾ ആ ഒരു ടീം നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അതുകൊണ്ട് ഒന്നും ഒരു കാരണവശാലും പാനിക്കാവേണ്ട ആവശ്യമില്ല. കാരണം ഞങ്ങൾ നിങ്ങളെ കൂടെ തന്നെ ഉണ്ട്. നമുക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഇത്രയും പറഞ്ഞിരിക്കുന്നത്. ഇത്രയും എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എനിവേ താങ്ക് യു. ഇനി ഇതിനെ പറ്റിയിട്ടുള്ള അടുത്ത സെഷൻസ് നമ്മുടെ സ്നേഹ മാം നിങ്ങളോട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നതായിരിക്കും. സോ ഐ ഇൻവൈറ്റ് സ്നേഹ മാം. അപ്പൊ നിങ്ങൾ ഈ ഒരു സെഷനിൽ നിന്ന് എന്താ ഒരു കുറേയേറെ നമ്മുടെ സബ്ജക്ട്സിന്റെ ഓരോന്നിന്റെയും പേരും അല്ലെങ്കിൽ അത് ഏതൊക്കെ സബ്ജക്ട്സ് ആണ്, അതിനകത്ത് വരുന്ന ബ്ലോക്കുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ അതിനകത്ത് നോക്കേണ്ടത്, കുറെ കാര്യങ്ങൾ അതിനകത്തുനിന്ന് മനസ്സിലാക്കി അല്ലെ. അപ്പം ഏതൊക്കെയാണ് അതിന്റെ ബ്ലോക്കുകൾ അല്ലെങ്കിൽ ഏതൊക്കെ സബ്ജക്ട്സ് ആണ് അതിനെ എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു, അങ്ങനെയുള്ള ഒരു ജനറൽ ഐഡിയ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടി. അപ്പൊ ഇനി അത് പഠിക്കേണ്ട ഒരു രീതി അല്ലെങ്കിൽ ലേൺ വൈസിന്റെ ഹെൽപ്പോടുകൂടെ നമുക്ക് എങ്ങനെ അത് മുന്നോട്ട് പോകാം എന്ന കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് നോക്കുന്നത്. ഇപ്പം ഓൾറെഡി ലോജിഷ്മ പറഞ്ഞതുപോലെ നമുക്ക് വാല്യൂ ആഡഡ് നോട്ടും നമ്മുടെ ടെക്സ്റ്റിന്റെ സോഫ്റ്റ് കോപ്പിയായ SLM കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം അതിനെ നമുക്ക് ഇനി കൂടുതൽ എങ്ങനെ ബെറ്റർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു ഡെയിലി നിങ്ങൾക്ക് ഒരു ടൈം ടേബിൾ ഒക്കെ കാര്യങ്ങൾ ഷെയർ ചെയ്ത് തരുമെന്ന് പറഞ്ഞു. ടൈം ടേബിൾ ഷെയർ ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് ആ ടൈം ടേബിൾ ബേസ് ആയിട്ട് പോർഷൻസ് പോകാൻ പറ്റും. ഇനി ഇൻ കേസ് നമ്മളൊരു ബിസി വീക്കാന്ന് വെച്ചു, അതായത് എല്ലാ ദിവസവും നമ്മൾ ഒരേപോലെ ആയിരിക്കണമെന്നില്ല. നമുക്ക് ഒരാഴ്ച ചിലപ്പം ഫാമിലി ഫംഗ്ഷൻസ് വന്നു, എന്തെങ്കിലും ബിസി കാര്യങ്ങൾ വന്നു, ഫാമിലി ബേസ്ഡ് ആണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് വന്നാൽ നമുക്ക് പെൻഡിങ് വരാം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ റെക്കോർഡഡ് ലെക്ചർ നോട്ട്സ്, അതായത് നമ്മൾ പ്രൊഫൈൽ ത്രൂ കയറി കാണുന്ന ലെക്ചർ നോട്ട്സ് എന്ത് ചെയ്യുക, ഒരു 1.25, അതായത് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പീഡപ്പ് ചെയ്ത്,
അതായത് ഇപ്പൊ 45 മിനിറ്റ് വരുന്ന ഒരു ക്ലാസ് ആണെങ്കിൽ നമ്മൾ സാധാരണ യൂട്യൂബ് വീഡിയോസും ജസ്റ്റ് വീഡിയോസ് ഒക്കെ നമ്മൾ സ്പീഡ് കൂട്ടിയിട്ട് നമ്മൾ കാണത്തില്ലേ, അതേപോലെ ജസ്റ്റ് ഒരു ചെറിയൊരു പോയിന്റ് നമുക്കൊന്ന് സ്പീഡ് അപ്പ് ചെയ്ത്, അതായത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ ഞാൻ സപ്പോസ് പറയുകയാണ്, അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു കേസ് പറയുവാണെങ്കിൽ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒരു സ്പീഡ് അപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇന്നതാണ് എന്തൊരു ചെറിയൊരു സ്പീഡ് കിട്ടുമല്ലോ, അങ്ങനെ ഒരു ചെറിയൊരു സ്പീഡ് ഇൻക്രീസ് ചെയ്തിട്ട് നമ്മൾ ആ വീഡിയോസ് കാണുക. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഹെൽപ്പ് ബുക്ക്, അതായത് നമ്മുടെ വാൻ ഉണ്ടല്ലോ, വാനിന്റെ കൂടെ നമ്മൾ സപ്പോർട്ട് നേടുക. അതായത് നമ്മൾ ഈ ഒരു വീഡിയോ ക്ലാസ് സ്പീഡപ്പ് ചെയ്ത് കാണുകയും അതിന്റെ കൂട്ടത്തില് വാൻ, അതായത് ഷോർട്ട് നോട്ട്സ് കിട്ടുന്ന നമ്മളുടെ ആ ഒരു ഫോൾഡറും കൂടെ നോക്കി പഠിക്കുകയാണ് എങ്കിൽ ആ ഒരു പോർഷൻ സമയമില്ലാത്തതും അല്ലെങ്കിൽ നമ്മൾ പെൻഡിങ് വെച്ച ഒരു ടൈമും എല്ലാം നമുക്ക് ഇതിനകത്ത് ഓവർകം ചെയ്യാൻ പറ്റും. ആ രീതിയിൽ നമ്മൾ ഫാസ്റ്റ് ട്രാക്ക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ടൈം ടേബിൾ ബേസ് ആയിട്ട് തന്നെ പോർഷൻസ് കവർ ചെയ്യാൻ നോക്കുക. ദെൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇതിപ്പോ നമ്മൾ നോർമൽ വീക്ക്ലി വരുന്നത്, ദെൻ എക്സാമോട് അടുത്തു, അതായത് പരീക്ഷ എടുത്ത സമയത്ത് ഇനി എങ്ങനെ നമുക്ക് കവർ ചെയ്യാം, അത് അന്നേരം എങ്ങനെ നമുക്ക് ടൈം ബാലൻസ് ചെയ്യണം അല്ലെങ്കിൽ ടൈം സേവ് ചെയ്യണം എന്നതാണ് അടുത്തത് വരുന്നത്. അതായത് എക്സാം ഇങ്ങനെ തൊട്ടടുത്തു, അല്ലെങ്കിൽ അടുത്ത മാസം പരീക്ഷയാണ്, അല്ലെങ്കിൽ അടുത്ത ആഴ്ച പരീക്ഷയാണ്, അന്നേരം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സാം പീഡിയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, EP എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ആപ്പിനകത്തുണ്ട് അല്ലെ, എക്സാം പീഡിയ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ആ ഒരു പർട്ടിക്കുലർ പോർഷൻ, അതായത് ഇപ്പൊ ലെസൺ 1ന്റെ ഫോൾഡർ എടുക്കുന്ന സമയത്താണ് അവിടെ എക്സാം പീരിയഡ് കിടക്കുന്നതെങ്കിൽ ആ ലെസൺ 1ൽ നിന്ന് ഏതെങ്കിലും പോർഷൻസ് ചോദിച്ചിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അത് ഏത് ക്വസ്റ്റ്യൻ ആണ്, അതിന് എങ്ങനെ ആൻസർ ചെയ്യണം എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഫോൾഡർ അതിനകത്തുണ്ട് അല്ലെ, എല്ലാ ലെസണിന്റെയും എല്ലാ യൂണിറ്റിന്റെയും അകത്തുണ്ട്. അപ്പൊ ആ ഒരു ഫോൾഡർ ആണ് എക്സാം പീഡിയ, EP എന്ന് പറയുന്നത്. അപ്പൊ അത് ഓരോ ലെസൺ ബേസ് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസ് ചെയ്ത് എക്സാം ഓറിയന്റഡ് എന്ന രീതിയിലുള്ള പോർഷൻസും പോയിന്റ്സും ആയിരിക്കും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ദെൻ അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ്, അതാണ് PYQA. അതായത് നമുക്ക് ഇത്രയും നാളും അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് 2022 തൊട്ട് 2025 ജൂൺ വരെയുള്ള നിങ്ങൾക്ക് അവൈലബിൾ ആവും ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെ. അപ്പൊ അത്രത്തോളമുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് നമ്മൾ ലേൺ വൈസ് ടീം തന്നെ, അതായത് നല്ല എക്സ്പേർട്ട് ടീം തന്നെ അനലൈസ് ചെയ്തിട്ട് അതിന്റെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് PYQA എന്ന് പറയുന്നത്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ്, അതായത് റിപ്പീറ്റഡ് പോർഷൻസ്, കൂടുതൽ റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന ഫോർമാറ്റ്, അതായത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഏത് പാറ്റേൺ ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുക. അപ്പം ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് സബ്ജക്ട്സിനും ഓരോ രീതിയിൽ. അപ്പൊ നമ്മളിപ്പം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ഇപ്പൊ മാം പറഞ്ഞു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന പ്രോബ്ലം പേപ്പർ ആണ്. അപ്പം ഇതിനകത്ത് 5 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിൽ എത്രത്തോളം പ്രോബ്ലം പേപ്പേഴ്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, എത്രത്തോളം തിയറി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് ഒരു കോമൺ പേപ്പറാണ്, ഫസ്റ്റ് ഇയേഴ്സിന് എല്ലാവർക്കും തന്നെ ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്ന കോമൺ പേപ്പറാണ് എൻവയോൺമെന്റൽ സ്റ്റഡീസ്. അതിന് നോർമലി വരുന്നത് OMR ഷീറ്റ് ആണ്, അതായത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ആ ഒരു പർട്ടിക്കുലർ പേപ്പറിന് വേണ്ടി മാത്രം വരുന്നത്. ബാക്കിയെല്ലാം ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ബാക്കി എല്ലാ സബ്ജക്ട്സിനും വരുന്നത്. ഇങ്ങനെ വരുന്ന എക്സാക്ട് പാറ്റേൺസ് എക്സാമിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഫോർമാറ്റ്സും കാര്യങ്ങളും എല്ലാം തന്നെ ഈ PYQA ഉണ്ട്. അതിന്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു PYQ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു എന്താണ് ടെൻറ്റേറ്റീവ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ അതിനകത്ത് തരും. അതിന്റെ ബേസിൽ ഒരു 2 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് നോക്കാം. 2 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ഏകദേശം ആ എക്സാമിനോടൊരു ഐഡിയ കിട്ടും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, എക്സാം ഓറിയന്റഡ് എന്ന രീതിയിൽ പഠിക്കാം. അപ്പൊ EP വെച്ചിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിലുള്ള EPയുടെ ഫയൽ വെച്ചിട്ട് പഠിക്കാം. ദെൻ അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിന്റെ ഫയൽ നോക്കിയിട്ടും പഠിക്കാം. ദെൻ അതുപോലെ എന്ത് ചെയ്യാം, ഫിൽ ഹെൽപ്പ് ബുക്ക്, അതായത് ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും ഫിൽ ചെയ്യാനോ നമുക്ക് എന്തെങ്കിലും അതിനകത്ത് കവറപ്പ് ചെയ്യാൻ പറ്റാത്ത പോർഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഷോർട്ട് നോട്ട്സ് കിട്ടുന്ന വാൻ ഉണ്ടല്ലോ, വാന്റെ പോർഷൻസ്, അതായത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് നോക്കാതെ നമുക്ക് എന്ത് ചെയ്യാം, വാന്റെ ബുക്ക് നോക്കി അല്ലെങ്കിൽ വാന്റെ സപ്പോർട്ട് കൂടെ നോക്കി ആ ഷോർട്ട് നോട്ട്സ് വെച്ചിട്ട് നമുക്ക് ഈ പോർഷൻസോ അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കവറപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കുന്ന സമയത്ത് എക്സാം പീഡിയ നോക്കാം, PYQ അനാലിസിസ് നോക്കാം. ദെൻ അതേപോലെ തന്നെ നമുക്ക് വാൻ എന്ന് പറയുന്നത് നമ്മുടെ ഷോർട്ട് നോട്ട്സിന്റെ പോർഷൻസ് ഫയൽസ് നോക്കാം.
ഈ ടഫ് കൺസെപ്റ്റ്, അതായത് ഇത് നോക്കിയ സമയത്ത് നമുക്ക് ഏകദേശം ഐഡിയ മനസ്സിലായ കാര്യങ്ങൾ, പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച പോലെ പെട്ടെന്ന് റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ല. എന്തോ ഒരു ടഫ് പോർഷൻ ആണ് നമുക്ക് കണ്ടെന്ന് വെച്ചോ. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹെൽപ്പ് ബുക്കിൽ, അതായത് നമ്മളുടെ ആ ഒരു വാനിനകത്തൊക്കെ ചില ഡയഗ്രാംസോ അല്ലെങ്കിൽ ചില ഡെഫിനിഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് നോക്കാം. പിന്നെ അതിലും കവർ ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ലെക്ചർ നോട്ട്സ് പോലെയല്ലേ അതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ലെക്ചറിന്റെ റെക്കോർഡഡ് സെഷൻസ്, അതായത് ആ ഒരു പർട്ടിക്കുലർ പോർഷൻ മാത്രം, ഇപ്പൊ സ്പെസിഫിക് എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണെങ്കിൽ ഇന്നതാണ് കൺസെപ്റ്റ് എന്ന് ഒരു 1 സെന്റൻസിൽ എഴുതിയിട്ടുണ്ട്, നമുക്കത് പെട്ടെന്ന് റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ റെക്കോർഡഡ് ലെക്ചർ നോക്കാം. ലെക്ചർ നോക്കിയിട്ട് ഇതുപോലെ സ്പീഡപ്പ് ചെയ്ത് നോക്കല്, സ്ലോയിൽ ഇട്ട് അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ നോക്കാം. അതായത് ഹോൾ നമ്മളുടെ ആ ഒരു സബ്ജക്റ്റ് അല്ല, പർട്ടിക്കുലർ പോർഷൻ മാത്രം നിങ്ങൾ റെക്കോർഡ് വീഡിയോ കണ്ടു നോക്കി അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കിട്ടും. ഇനി അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? അത് എക്സാം പീരിയഡ് EP കവർ ചെയ്യാൻ നോക്കുക. നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടും ആ ഒരു പർട്ടിക്കുലർ പോർഷൻ എന്താണ് അല്ലെ എങ്ങനെയാണ് എന്നുള്ളത്. ദെൻ വരുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കോർ സ്റ്റഡി സ്റ്റാക്കായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിറ്റുകളൊക്കെ നമ്മൾ നല്ല രീതിയിൽ പഠിച്ച് റിവൈസ് ചെയ്യുക. റെക്കോർഡഡ് ലെക്ചേഴ്സ് നമുക്ക് ഇഷ്ടം പോലെ അവൈലബിൾ അല്ലേ, അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾ കവർ ചെയ്യുക. ദെൻ സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു സ്പീഡ് കൂട്ടിയിട്ട് വീഡിയോസ് ഒക്കെ കാണാം. നമുക്ക് കീവേഡ്സ് എന്തെങ്കിലും പോയിന്റ്സോ കാര്യങ്ങളോ വരുന്നിടത്ത് അവിടെ പോസ് ചെയ്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കി വായിച്ച് പഠിക്കാനുള്ള എല്ലാ, അതായത് നമ്മുടെ മുന്നിൽ നമ്മുടെ ആപ്പ് നമ്മുടെ കയ്യിലായിരിക്കുന്നത്. നമ്മുടെ സൗകര്യം അനുസരിച്ച് നമ്മളുടെ ഒരു കംഫർട്ടബിൾ അനുസരിച്ച് നമുക്ക് അതിനെ സ്പീഡപ്പ് ചെയ്യുകയോ നമുക്ക് പോസ് ചെയ്തോ എന്ത് വേണേലും പഠിക്കാം അല്ലെ. നമുക്ക് ഏത് പോർഷൻ ആണോ ഡൗട്ട് വരുന്നത് അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് പോർഷൻസ് കവർ ചെയ്യാൻ നോക്കുക. അതനുസരിച്ച് എന്ത് ചെയ്യാം? നമുക്ക് എന്തെങ്കിലും നോട്ട്സോ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാം. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങളുടെ മെന്റേഴ്സിനോടൊക്കെ ചോദിക്കാം. മെന്റേഴ്സിനോടോ നിങ്ങളുടെ LSCയോടോ ചോദിച്ച് ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് ഈ പോർഷൻ കവർ എന്തെങ്കിലും മനസ്സിലായില്ല എന്ന രീതിയിൽ നോക്കാം. പിന്നെ ലൈവ് ക്ലാസ്സസ് ആസ് എ മെന്റർഷിപ്പ് അണ്ടറിൽ വരുന്ന ലേണേഴ്സ് ആണ് എങ്കിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് കാണും അല്ലെ, റിവിഷന്റെ. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട് ക്ലിയറൻസിനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ആ രീതിയിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഫാക്ട്സ് എല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് സ്റ്റഡീസ് കൊണ്ടുപോകുക. ദെൻ നമ്മുടെ വാല്യൂ ആഡഡ് നോട്ട് ബുക്ക് പറയുന്ന പോലെ മുമ്പേ പറഞ്ഞ പോലെ ഹെൽപ്പ് ബുക്ക് ആണ്. നമുക്കൊരു ലെക്ചർ നോട്ട് എന്ന പോലെ വീഡിയോസ് കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു സ്കൂളിൽ പോയിരുന്ന് അല്ലെങ്കിൽ കോളേജിൽ പോയിരുന്ന് ഒരു ടീച്ചർ പറയുന്നത് കേട്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ചെറിയ നോട്ട്സ് ഇല്ലേ, അതേപോലത്തെ ഉള്ളതാണ് വാല്യൂ ആഡഡ് നോട്ട് എന്ന് പറയുന്നത്. ലെക്ചർ നോട്ടാണ്. അതായത് റീകോൾ ചെയ്യാൻ എന്തെങ്കിലും നോട്ട്സോ പോയിന്റ്സോ ഉണ്ടെങ്കിൽ പെട്ടെന്ന് റീകോൾ ചെയ്യാനും പെട്ടെന്ന് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പറ്റുന്ന ഒരു ചെറിയൊരു ഷോർട്ട് നോട്ട്സുകളായിരിക്കും അതിനകത്ത് വരുന്നത്. അത് കൂടുതൽ പെട്ടെന്ന് നമുക്ക് ടൈം സേവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അതിനകത്ത് യൂണിറ്റിന്റെ ഓവർവ്യൂ, അതായത് ഫുൾ ടെക്സ്റ്റ് വായിച്ചു നോക്കാതെ തന്നെ അല്ലെങ്കിൽ വീഡിയോ കാണാൻ ജസ്റ്റ് ഒരു ഓവർവ്യൂവും കാര്യങ്ങളും ഒക്കെ ഷോർട്ട് എക്സാമ്പിൾസും എല്ലാം അതിനകത്ത് ഇൻവോൾവ് ആയിരിക്കും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ വാൻ മാത്രം നോക്കി നിങ്ങൾ പഠിക്കരുത്. അതിപ്പോൾ എപ്പോഴും നമ്മൾ പറയുന്നതാണ്. അതായത് വീഡിയോ ക്ലാസ് കൂടെ കണ്ടിട്ട് വാൻ നോക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. കാരണം വാനിനകത്ത് ഷോർട്ട് നോട്ട്സ് ആണ്. അതായത് ഇപ്പൊ ഇറ്റ് ഈസ് സിംപ്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് അത് സിംപ്ലർ ആയെന്നുള്ളത് ചിലപ്പോൾ ആ വീഡിയോയിൽ നിന്നായിരിക്കും കിട്ടുന്നത് അല്ലെ. അങ്ങനെയുള്ള ചെറിയ ചെറിയ നമുക്ക് മനസ്സിലാക്കി പഠിക്കാൻ വീഡിയോയും വാനും കൂടെ വെച്ച് നോക്കി പഠിക്കുക. അതൊരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. ദെൻ അതുപോലെ എക്സാം പീരിയഡ്, ഇപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു എക്സാം പീരിയഡ് എന്തായിരിക്കും? നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിലുള്ള ഒരു എക്സാം സ്പെഷ്യൽ ഗൈഡ് ആണ്. അതായത് ഒരു പർട്ടിക്കുലർ പോർഷനിൽ നിന്ന് എക്സാം ഓറിയന്റഡ് എന്ന രീതിയിൽ എന്ത് പഠിക്കണം അല്ലെങ്കിൽ ഏത് പോർഷൻ കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്നതാണ് എക്സാം പീരിയഡിക്കകത്ത് വരുന്നത്. അതിനകത്ത് അതിനകത്ത് പറയുന്ന ഒരു 10 തവണ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടുതലായിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അതിന് എങ്ങനെ ആൻസർ ചെയ്യണം അല്ലെങ്കിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ള പോർഷൻസ് ആണ് അതിനകത്ത് വരുന്നത് എന്നെല്ലാം ആ ഒരു EPക്കകത്ത് അല്ലെങ്കിൽ എക്സാം പീരിയഡിക്കകത്ത് ഡിസ്ക്രൈബ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പൊ അത് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ദെൻ അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്ക്. അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓരോ പ്രാവശ്യം ഇപ്പൊ ഡിസംബർ സൈക്കിളിൽ എക്സാം എഴുതുന്നവരാണെങ്കിൽ നമ്മൾ സെപ്റ്റംബർ ഒക്ടോബർ സമയത്ത് നമ്മളുടെ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യണം. ജൂണിൽ എക്സാം എഴുതുന്നവരാണെങ്കിൽ നമ്മൾ ആ ഒരു ഏപ്രിൽ മെയ് ടൈമിലുള്ള അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യണം. അപ്പൊ ആ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി ഓരോ പ്രാവശ്യം അപ്ഡേറ്റ് ചെയ്ത അസൈൻമെന്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരിക്കും തരുന്നത്. അപ്പൊ ആ ഒരു അസൈൻമെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നതനുസരിച്ച് നിങ്ങൾ ഇൻഫോം ചെയ്യുകയും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. അതുപോലെ തന്നെ അതിന്റെ ആൻസർ ഗൈഡ് ബുക്ക് നിങ്ങളുടെ ആപ്പിൽ അവൈലബിൾ ആക്കും. ആപ്പിലായിരിക്കും PDF ആയിട്ട് അയച്ചു തരത്തില്ല, നിങ്ങൾക്ക് ആപ്പിൽ കണ്ടന്റിൽ അവൈലബിൾ ആക്കും നമ്മുടെ ആൻസർ ഗൈഡ് ബുക്ക്.
നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എപ്പോഴാണോ യൂണിവേഴ്സിറ്റി സൈഡിൽ വരുന്നത് അന്നേരം തന്നെ അതിന്റെ ആൻസർ ഗൈഡ് ബുക്ക് ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അത് റെഫർ ചെയ്ത് എഴുതാം. ഒരിക്കലും കോപ്പി പേസ്റ്റ് ചെയ്ത് എഴുതാൻ നമ്മൾ പറയത്തില്ല. ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് വേറൊന്നും സെർച്ച് ചെയ്യേണ്ട കാര്യമില്ല. ഇതിനകത്ത് തന്നെ നോക്കി നമുക്ക് ജസ്റ്റ് വേണ്ടുന്ന ഇൻസ്ട്രക്ഷൻസ് പ്രകാരം എല്ലാം തന്നിട്ടുണ്ട്. അത് നോക്കി നിങ്ങൾക്ക് എടുത്തെഴുതാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ മെമ്പേഴ്സിനെ LSE ഒക്കെ കണക്ട് ചെയ്യാം. എങ്ങനെ എഴുതേണ്ടതെന്ന് എല്ലാം ഉള്ള ഇൻഫർമേഷൻസ് അവർ തരും. അസൈൻമെന്റ്സ് എഴുതാൻ നോർമൽ ഒരു സ്ട്രക്ചർ ഉണ്ട്. A4 ഷീറ്റ് പേപ്പറായി 4 സൈഡും ബോർഡർ വരച്ച് 1 സൈഡ് എഴുതാവൂ എന്നൊക്കെ ഉണ്ട്. അതൊക്കെ അതിനകത്ത് വരുന്നതാണ്. ദെൻ നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ PYQ. നമ്മളിപ്പോ മുമ്പേ പറഞ്ഞ പോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്. അതെന്ന് പറയുന്നത് നമുക്ക് നോർമലി ഒരു ഇത്രയും നാൾ അവൈലബിൾ ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിസിലുള്ള ഒരു അനാലിസിസ് ആണ്. എന്താണ് വരുന്നത്, അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, അതിന് എങ്ങനെ അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഫോർമാറ്റ്സിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും അതിനകത്ത് വരുന്നതെന്നെല്ലാം കവർ ചെയ്യുന്ന ഒരു പോർഷൻ ആണ്, അല്ലെങ്കിൽ ഒരു വീഡിയോ ഫയൽസ് ആണ് നമ്മളുടെ ഈ ഒരു PYQ അനാലിസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ടൂൾസ് ആണ്. മെന്റർ ആൻഡ് കെയർ വരുന്ന സമയത്ത് മെന്റർ പവേർഡ് ആയിട്ട് അല്ലെങ്കിൽ വിത്ത് മെന്റർഷിപ്പിൽ ഉണ്ടെങ്കിൽ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ വിത്ത് മെന്റർഷിപ്പിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുന്നത്, ലൈവ് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അല്ലെ, റിവിഷൻ ക്ലാസ് ഉണ്ട്. അതായത് വിത്ത് മെന്റർഷിപ്പ് എടുത്തവർക്ക് കിട്ടുന്ന ഒരു എക്സ്ട്രാ ഒരു പ്ലസ് പോയിന്റ് ആണ്. നിങ്ങൾക്ക് ഓരോ ബ്ലോക്ക്, അതായത് നമ്മളിൽ ഇപ്പൊ ടൈം ടേബിൾ ഷെയർ ചെയ്ത് തരും. അപ്പോൾ ടൈം ടേബിൾ ഷെയർ ചെയ്യുമ്പോൾ ഓരോ പോർഷൻസ് കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു സ്പെസിഫിക് ടൈം തന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു തീരുന്ന സമയത്ത്, ആ ഒരു പർട്ടിക്കുലർ ബ്ലോക്ക് കവർ ചെയ്യുന്ന സമയത്ത് ആ ഒരു ബ്ലോക്കിന്റെ ലൈവ് റിവിഷൻ ക്ലാസ് അവൈലബിൾ ആയിരിക്കും. അപ്പൊ ആ റിവിഷൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും, ഇപ്പൊ ഡീറ്റെയിൽഡ് ക്ലാസ് അല്ല, റിവിഷൻ ക്ലാസ് ആണ് ലൈവിൽ വരുന്നത്. ആയിരിക്കും മീറ്റിംഗ് നടക്കുന്നത്. അതിന്റെ ലിങ്കും കാര്യങ്ങളും നിങ്ങളുടെ മെന്റേഴ്സ് ഷെയർ ചെയ്ത് തരും. അപ്പൊ അതിന്റെ അകത്ത് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, നിങ്ങൾ ആ ഒരു പർട്ടിക്കുലർ റെക്കോർഡഡ് വീഡിയോസ് ഒക്കെ കണ്ടു പഠിച്ച സമയത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഫാക്കൽറ്റിയോട് ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇൻ കേസ് അത് മിസ്സായി പോയി, അപ്പൊ നമുക്ക് എന്നും ഒരേപോലെ സിറ്റുവേഷൻ ആയിരിക്കണമെന്നില്ലല്ലോ, നമുക്ക് കയറി അറ്റൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസിലും നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ റെക്കോർഡ്, അതായത് ഈ ലൈവ് സെഷൻസിന്റെ റെക്കോർഡ്സ് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഇത് ഇത്രയുമാണ് എക്സാം സ്പെഷ്യൽ. പിന്നെ അതേപോലെ തന്നെ എക്സാം സ്പെഷ്യൽസ് ഉണ്ട്. അത് തന്നെയാണ് പറഞ്ഞ PYQ ബേസ്ഡ് ആയിട്ടുള്ള എക്സാം സ്പെഷ്യൽസും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇഗ്നോ എക്സാംസിൽ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് എഴുതാൻ പറ്റും അല്ലെ. അപ്പൊ അതിന് വേണ്ടുന്ന എല്ലാ മോഡൽ എക്സാംസ്, അതായത് നമുക്ക് ഇഗ്നോ മോഡൽ എക്സാംസ് നമ്മൾ സാധാരണ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ടേം ആൻഡ് എക്സാമിന് ബേസ് ചെയ്തുള്ള ഹെൽപ്പ് ഡെസ്കുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതില് ഹെൽപ്പ് ഡെസ്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമുക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്ത് തരുന്നു. മോഡൽ എക്സാംസിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് എക്സാംസ് എഴുതേണ്ടത്, ഒരു പർട്ടിക്കുലർ ഇഗ്നോ എക്സാംസ് എങ്ങനെയാണോ ഒഫീഷ്യലി എഴുതുന്നത് ആ ഒരു സ്ട്രക്ചറിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് അതേ രീതിയിൽ തന്നെ നമ്മൾ സൂം ത്രൂ ആയിരിക്കും എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ TE ഹെൽപ്പ് ഡെസ്ക്, അതായത് എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് തരുന്നു. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് എല്ലാം നമ്മളുടെ ലേൺ ബൈസ് ടീമിൽ നിന്ന് തന്നെ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഫാക്കൽറ്റിയിൽ നിന്ന് നിങ്ങളെ കണക്ട് ചെയ്ത് അതിന്റെ ഫോംസ് ഒക്കെ ഫില്ല് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഡൗട്ട്സ് ഉള്ളത് ക്ലിയർ ചെയ്ത് തരും. അതേപോലെ തന്നെ അപ്ലൈ ചെയ്യാനുള്ള ഹെൽപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഹാപ്പിനെസ് അംബാസഡർ എന്ന് പറയുന്നത് നമുക്കൊരു 1-to-1 സെഷൻ ആണ്. അതായത് നമുക്ക് സ്ട്രെസ് ആണ് എല്ലാവർക്കും അല്ലെ, ബിസി ലൈഫ് ആണ്, സ്ട്രെസ് ആണ്. അപ്പൊ നമുക്കൊന്ന് റിലാക്സ് ആകണം. ചിലപ്പോൾ നിങ്ങൾക്ക് മെന്റേഴ്സിനോട് പല പല വിഷമങ്ങളും പല അവസ്ഥകളും ഷെയർ ചെയ്യുന്ന കുറെ ലേണേഴ്സിനെ നമുക്കറിയാം. അപ്പം മെന്ററിനോടും പറയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ, അതായത് ഞാനിപ്പോ ഈ മെന്ററിനോട് അല്ലെങ്കിൽ LSEയോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ കൺസിഡർ ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് വേറൊരു തേർഡ് പേഴ്സണോട് പറയണം, അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് പോലെ നമുക്കൊരു സെഷൻ അറേഞ്ച് ചെയ്യുന്നതാണ് ഹാപ്പിനെസ് അംബാസഡർ എന്ന് പറയുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് 1-to-1 സെഷൻസും അവൈലബിൾ ആണ്. അല്ലാതെ നമുക്ക് ആസ് എ ഹോൾ ടീമിനും നമുക്ക് സാധാരണ ഹാപ്പിനെസ് അംബാസഡറിന്റെ ലൈവ് സെഷൻസ് അറേഞ്ച് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി, അതായത് ടെൻഷൻ ഫ്രീ ആക്കാൻ വേണ്ടിയുള്ള ഇങ്ങനത്തെ എല്ലാ പ്രോഗ്രാംസും നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതേപോലെ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം EEP, അതായത് ഇംഗ്ലീഷിലെ വൊക്കാബുലറി സിസ്റ്റംസും നമുക്ക് നമ്മുടെ ഒരു കോൺഫിഡൻസ് ഒക്കെ കൂട്ടാൻ വേണ്ടിയുള്ള ഒരു സെഷനാണ് EEP എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഡെയിലി 1 ടാസ്ക് വെച്ച് നിങ്ങൾക്ക് തരുന്നു. അത് നിങ്ങൾ തന്നെ ചെയ്യാനുള്ളതാണ്. നമ്മൾ ആരെയും ബോധിപ്പിക്കേണ്ട, നമ്മൾ തന്നെ ചെയ്ത് നമ്മുടെ ഇംഗ്ലീഷിലെ കോൺഫിഡൻസ് കൂട്ടാനുള്ള ഒരു സെഷനാണ് ആ ഒരു EEP സെഷനകത്ത് വരുന്നത്. വരുന്നത് കരിക്കുലർ ഇവന്റ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, നമ്മൾ ആ ഒരു എന്ത് പ്രോഗ്രാംസ്, ഇപ്പൊ ഓണം ആയിക്കൊള്ളട്ടെ, ക്രിസ്മസ് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ വുമൺസ് ഡേ ആയിക്കൊള്ളട്ടെ, അപ്പൊ നമുക്ക്
എന്തെല്ലാമാണോ ഫങ്ഷൻസ് വരുന്നത് അവയെല്ലാം നമ്മൾ കൂട്ടമായിട്ട് നമ്മളൊരു ടീം ആഘോഷിക്കാറുണ്ട്. നമുക്ക് ഇതുപോലെ സൂം മീറ്റ്സിൽ കാര്യങ്ങളൊക്കെ ലിങ്ക് ഒക്കെ ഷെയർ ചെയ്ത് തന്നെ നമുക്ക് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യും, കോമ്പറ്റീഷൻസ് കണ്ടക്ട് ചെയ്യും. നമ്മളൊരു വെർച്വൽ ഒരു ശരിക്കും ഉള്ളൊരു കോളേജ് പോലെ തന്നെ നമ്മളുടെ എല്ലാ ഇവന്റ്സും നമ്മൾ എൻജോയ് ചെയ്യാറുണ്ട്, കണ്ടക്ട് ചെയ്യാറുണ്ട്. ഞാൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അപ്സ്കില്ലിംഗ് കരിയർ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ്, അതായത് നമുക്ക് കരിയർ ഡെവലപ്മെന്റിന് ആവശ്യമായ എല്ലാ ഡെവലപ്മെന്റിന് ആവശ്യമായ പല ഇനിഷ്യേറ്റീവ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതായത് ഇപ്പൊ കഴിഞ്ഞിടെ തന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ബിസിനസ് മാഗ്നറ്റ്സ് എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ ഓണ്ടർപ്രണർഷിപ്പ് രീതിയിൽ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകൾ നടത്തുന്നവർ, അപ്പൊ അങ്ങനെയൊക്കെയുള്ള നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ലേണേഴ്സിന് എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള പല പ്രോഗ്രാംസ് ഇതുപോലെ കരിയർ ഡെവലപ്മെന്റിന്റെ രീതിയിലാണേലും അല്ലാതെ നിങ്ങൾക്ക് ഒരു എന്റർടൈൻമെന്റ് രീതിയിലാണേലും എല്ലാം ഉള്ള രീതിയിൽ പല രീതിയിലുള്ള ആക്ടിവിറ്റീസും ഡെവലപ്മെന്റ് ഓരോ പ്രോഗ്രാംസും എല്ലാം നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അക്കാഡമിക് കാര്യങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ എല്ലാ രീതിയിലുമുള്ള ഒരു മെന്റൽ എബിലിറ്റിക്ക് അല്ലെങ്കിൽ മെന്റൽ ഒരു ഹാപ്പിനെസ്സും കൂടെ നോക്കിക്കൊണ്ടാണ് നമ്മൾ പല പ്രോഗ്രാംസും നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ദെൻ നമ്മുടെ ടൈം ടേബിൾ, നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ടൈം ടേബിൾ ഷെയർ ചെയ്താണ് നമ്മൾ സാധാരണ നിങ്ങൾക്ക് ഒരു പോർഷൻസ് അറേഞ്ച് ചെയ്ത് തരുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ പോർഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഇന്ന യൂണിറ്റ് പഠിക്കുക, അല്ലെങ്കിൽ നാളെ ഇന്ന യൂണിറ്റ്, ഈ ഒരാഴ്ച കൊണ്ട് ഇത്ര പോർഷൻ കവർ ചെയ്യും എന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തരുന്നുണ്ട്. ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തരുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ആ ഒരു ടൈം ടേബിളും കൂടി ഒന്ന് ഷെയർ ചെയ്ത് തരാം. ഇന്ന് തന്നെ അത് സേവ് ചെയ്ത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ അത് കറക്റ്റ് ഫോളോ ചെയ്ത് നോക്കുക. ഫോളോ ചെയ്ത് കറക്റ്റ് ആയിട്ട് പോയാൽ മതി, ഒരു കുഴപ്പവും ഇല്ല. നമുക്ക് പോർഷൻ ഡെയിലി ഒരു 1 അവർ സ്പെൻഡ് ചെയ്താൽ എങ്ങനെ പോർഷൻ കവർ ചെയ്യാം, അല്ലെങ്കിൽ ഡെയിലി 1 അവർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ഒരു പർട്ടിക്കുലർ ഒരു പോർഷൻ അല്ലെങ്കിൽ ഒരു സബ്ജക്ട് തീർക്കാം എന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ടൈം ടേബിൾ എങ്ങനെയാ പഠിക്കേണ്ടതെന്ന് ഞാനൊന്ന് പറയാം. ഇതാണ് നമ്മളുടെ BA MSME ജൂലൈ 25 ബാച്ചിന്റെ നിങ്ങളുടെ ഫസ്റ്റ് ഇയറിന്റെ ടൈം ടേബിൾ എന്ന് പറയുന്നത്. ഈ ഒരു ടൈം ടേബിൾ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്, നിങ്ങൾ നോക്കുക, ഫസ്റ്റിൽ തന്നെ നിങ്ങൾ ഇൻട്രോഡക്ടറി മൈക്രോ എക്കണോമിക്സ്, അതായത് ഓഗസ്റ്റ് 11, അതായത് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ദിവസം നോക്കണ്ട, ഇപ്പൊ മേളിൽ ടൈം കൊടുത്തിട്ടുണ്ട്, ആ ടൈം നോക്കണ്ട. 10:30, 7:30 ഇത് നിങ്ങൾക്ക് ചിലർക്ക് ടൈം കിട്ടിയേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ടൈം രീതി സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ പലർക്കും നിങ്ങളുടേതായ സമയം എന്താണോ, അതായത് ചിലർക്ക് രാവിലെ ഇരിക്കാം, ചിലർക്ക് ഉച്ചയ്ക്ക് ഇരിക്കാം, ചിലർക്ക് നൈറ്റിലായിരിക്കും ഇരിക്കാൻ പറ്റുക. നമ്മുടെ സമയം അനുസരിച്ച് ആ ഒരു പർട്ടിക്കുലർ ഡേയിൽ പറഞ്ഞിരിക്കുന്ന പോർഷൻസ് കവർ ചെയ്യുക, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം ഓഗസ്റ്റ് 11 തീയതി പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ പാർട്ട് കവർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ലെസൺ 1ന്റെ ബ്ലോക്ക് 1ലെ ലെസൺ 1 കവർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അത് കവർ ചെയ്യുക. ദെൻ ഓഗസ്റ്റ് 12 ആകുന്ന സമയത്ത് ലെസൺ 2, ബ്ലോക്ക് 1ലെ ലെസൺ 2 കവർ ചെയ്യുക. അതേപോലെ തന്നെ വൈകിട്ടാകുമ്പോഴത്തേന് ബ്ലോക്ക് 1ന്റെ ലെസൺ 3 കവർ ചെയ്യുക. അതായത് ഇന്നത്തെ ദിവസം എന്ത് ചെയ്യണം, നമ്മൾ ആ ലെസൺ 1 കവർ ചെയ്യണം. ദെൻ നെക്സ്റ്റ് ഡേ, അതായത് നാളെ കവർ ചെയ്യേണ്ടത് ലെസൺ 2ഉം ലെസൺ 3ഉമാണ്. ദെൻ വെഡ്നെസ്ഡേയിൽ കവർ ചെയ്യേണ്ടത് ലെസൺ 4, ലെസൺ 5. അങ്ങനെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് നമ്മൾ പോർഷൻസ് കവർ ചെയ്യാൻ പോകും. അപ്പൊ ഡെയിലി നമുക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമുക്ക് അവിടെ കാണുന്ന ആ ഒരു പോർഷൻസിൽ ആ ഒരു എങ്ങനെയാണോ കവർ അപ്പ് ചെയ്യാൻ പറ്റുക, അതായത് വീക്ക്ലി നമുക്ക് എന്തെങ്കിലും ഒന്ന് കവർ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ ആ രീതിയിൽ ഈ ഒരാഴ്ച നമ്മൾ പെൻഡിങ് വരുത്തി, ഫ്രൈഡേ ആയപ്പോൾ നമ്മൾ പെൻഡിങ് വരുത്തിയ പോർഷൻസ് എല്ലാം കൂടെ നമ്മൾ കവർ ചെയ്യുക. അങ്ങനെ നമുക്ക് പോർഷൻസ് കവർ ചെയ്യാൻ പറ്റും. ദെൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, നെക്സ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കുക, 15 ഓഗസ്റ്റിന് റിവിഷൻ ടൈം എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പൊ ആ റിവിഷൻ ടൈം എന്ന് പറയുന്നത് ബ്ലോക്ക് 1 അവിടെ കവർ ചെയ്ത് കഴിഞ്ഞു. കവർ ചെയ്ത് കഴിഞ്ഞ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അവിടെ നമ്മൾ റിവിഷൻ ചെയ്യണം. ആ ബ്ലോക്ക് 1 മൊത്തത്തിൽ നമ്മൾ റിവൈസ് ചെയ്യുക. അപ്പൊ ഈ ഒരു സമയത്താണ് നമ്മളുടെ ലൈവ് റിവിഷൻ ക്ലാസ്സും അറേഞ്ച് ചെയ്യുന്നത്. അപ്പൊ ലൈവ് റിവിഷൻ ക്ലാസ് എന്ന് പറയുന്നത്, ഞാൻ മുമ്പേ സെഷനിൽ ഒരു സ്ലൈഡിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ഫാക്കൽറ്റി, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റി നമുക്ക് ആ ഒരു ബ്ലോക്ക് 1ന്റെ മൊത്തത്തിൽ ഒരു റിവിഷൻ ആയിരിക്കും തരുന്നത്. 1 അവർ വരുന്ന രീതിയിലുള്ള സെഷൻസ് ആയിരിക്കും. ബ്ലോക്ക് 1 കവർ ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ 1 ദിവസമോ 2 ദിവസമോ കൊണ്ടോ ആയിരിക്കും ആ ഒരു സെഷൻ കവർ ചെയ്യുന്നത്. ആ രീതിയിലാണ് നമ്മുടെ ബ്ലോക്ക് 1ന്റെ റിവിഷൻ ക്ലാസ്സസ് വരുന്നത്. നിങ്ങൾക്ക് ടൈം ടേബിൾ ഓൾറെഡി മനസ്സിലായല്ലോ അല്ലെ. അപ്പൊ ആ ടൈം ടേബിൾ ബേസിൽ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അപ്പൊ ആ ടൈം ടേബിളിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് തൊട്ട് നമ്മളത് കവർ ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുവാണ് പോർഷൻസ്. അതിനകത്ത് പോർഷൻസ് കറക്റ്റ് ആയിട്ട് കവർ ചെയ്ത് കാര്യങ്ങൾ പോവുക. നമുക്ക് എങ്ങാണോ ഒരു പെൻഡിങ് പോർഷൻസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് കവർ അപ്പ് ചെയ്ത് ആ ഒരു വീക്കിൽ തന്നെ മാക്സിമം കവർ ചെയ്യാൻ നോക്കുക.
പിന്നെ ഈ ഒരു ലൈവ് ക്ലാസ്സിന്റെ ഒരു ഇട്ടേക്കുന്നത് കറക്റ്റ് ആ ഡേറ്റ് തന്നെ നടക്കണമെന്നില്ല. ഇപ്പൊ 15ന് റിവിഷൻ ക്ലാസ് ഇട്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഓറിയന്റേഷൻ നടക്കുമായതുകൊണ്ട് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ടോ പുറമോട്ടോ ഒന്ന് നീങ്ങിയായിരിക്കും റിവിഷൻ ക്ലാസ് വരുന്നത്. പക്ഷെ നിങ്ങളുടെ മെന്റേഴ്സ് അത് കറക്റ്റ് നിങ്ങളെ ഇൻഫോം ചെയ്യും. നാളെ ഇന്നതിന്റെ റിവിഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന് അതിന്റെ റിവിഷൻ ഉണ്ടെന്ന് പറഞ്ഞ് അതിന്റെ സൂമിന്റെ ലിങ്കും കാര്യങ്ങളും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇത്രയും സെഷൻസിൽ കണ്ടതുപോലെ തന്നെ ആക്ഷൻ ടാസ്ക് ഈ ഒരു സെഷന്റെ എൻഡിലും ഉണ്ട്. അതായത് നമുക്കൊരു ഷോർട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായി, ഇപ്പൊ ഇത്രയും നേരം ചുമ്മാ കുറെ സംഭവങ്ങൾ കേട്ടല്ലേ, അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് കറക്റ്റ് ആയിട്ട് മനസ്സിലായത്, അല്ലെങ്കിൽ അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നത് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ആക്ഷൻ ടാസ്ക് ഷെയർ ചെയ്യുന്നത്. മെയിൻ ആയിട്ട് നമ്മൾ ഫസ്റ്റ് ഇയർ, ഇപ്പൊ നമ്മൾ നോർമലി ഫസ്റ്റ് സെഷൻ, സെക്കൻഡ് സെഷൻ, തേർഡ് സെഷൻ പല ആക്ഷൻ ടാസ്ക് കണ്ടു. അപ്പൊ ഇതിനകത്ത് നമ്മുടെ 4th സെഷനായ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ ഈ ഒരു സിലബസ് ഡീകോഡിംഗുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളായിരിക്കും ഈ ഒരു സെഷനകത്ത്, അല്ലെങ്കിൽ ഈ ഒരു ആക്ഷൻ ടാസ്കിൽ നോക്കുന്നത്. നമ്മൾ ഓരോന്നിലും അതാത് സെഷന് തന്നെ ബേസ് ചെയ്തുള്ള ആക്ഷൻ ടാസ്കുകളായിരുന്നു ഷെയർ ചെയ്തത് അല്ലെ. അപ്പം ഇന്നത്തെ ആക്ഷൻ ടാസ്ക് എന്ന് പറയുന്നത്, ഇപ്പൊ സെഷൻ 4 ഇന്നത്തെ സിലബസ് ഡീകോഡിംഗിന്റെ ആക്ഷൻ ടാസ്ക് ആണ് ഓർത്തിരിക്കുന്നത്. ഒരു ഗൂഗിൾ ഫോം ആയിരിക്കും, ലിങ്ക് നിങ്ങൾക്ക് ഈ സെഷൻ കഴിയുമ്പോൾ തന്നെ പ്രൊവൈഡ് ചെയ്ത് തരുന്നതാണ്. അതിൽ ഫസ്റ്റില് നമ്മൾ എന്താണ്, നമ്മൾ ഇത്ര സെഷൻസിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു മെയിൽ ഐ ഡി കൊടുക്കുന്നു. മെയിൽ ഐ ഡി കൊടുത്തിട്ട് നമ്മൾ ഇവിടെ ഫുൾ നെയിം, നമ്മുടെ സപ്പോസ് എന്തെങ്കിലും ഒരു ഫുൾ നെയിം കൊടുക്കുക. എന്നിട്ട് ഇഗ്നോ പ്രോഗ്രാം, ഏത് പ്രോഗ്രാമിലേക്കാണ് ജോയിൻ ചെയ്തത്, നമ്മളിപ്പോ MSME ആണ്, അതുകൊണ്ട് MSME കൊടുത്തു. നിങ്ങളുടെ അസൈൻ ചെയ്തിരിക്കുന്ന മെന്റർ അല്ലെങ്കിൽ LSCയുടെ പേര് ഇവിടെ കൊടുക്കുക. ദെൻ റാങ്ക് ഓൾ യുവർ ഫസ്റ്റ് ഇയർ കോഴ്സസ്, അതായത് മോസ്റ്റ് തൊട്ട് ലീസ്റ്റ് വരെ, അതായത് നമ്മളുടെ കോഴ്സിന് എന്ത് ചെയ്യുക, റാങ്ക് കൊടുക്കുക. അതായത് നമ്മളുടെ കോഴ്സസ് എന്ന് പറയുമ്പോൾ അറിയാലോ, ഫസ്റ്റ് ഇയർ കോഴ്സസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇയറിലെ സബ്ജക്റ്റുകൾ, ഫസ്റ്റ് ഇയറിലെ സബ്ജക്റ്റിൽ ഏറ്റവും പ്രിയപ്പെട്ടത് തൊട്ട് ഏറ്റവും ടഫായിട്ട് അല്ലെങ്കിൽ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തത്, അങ്ങനെ രീതിയിൽ നമ്മുടെ സബ്ജക്റ്റിനെ എന്ത് ചെയ്യുക, റാങ്ക് ചെയ്യുക. അതായത് നമ്മുടെ 8 സബ്ജക്റ്റുകൾ ഇപ്പൊ കേട്ടു. 8 സബ്ജക്റ്റിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും മോസ്റ്റ് ആയിട്ട് തോന്നിയതിനെ നമ്മൾ റാങ്ക് 1 കൊടുക്കുക. ദെൻ റാങ്ക് 2 എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അതിന്റെ തൊട്ട് താഴെയുള്ള, അപ്പൊ അങ്ങനെ രീതിയിൽ നിങ്ങളുടെ 8 സബ്ജക്റ്റുകളും നിങ്ങൾ റാങ്ക് ചെയ്ത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ യുവർ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് കോഴ്സ്, അതായത് നമ്മൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ്, അതായത് റാങ്ക് 1 കൊടുത്തൊരു കോഴ്സ് കാണുമല്ലോ. ഇപ്പൊ സപ്പോസ് എൻവയോൺമെന്റൽ സ്റ്റഡീസ് ആണ് നിങ്ങൾക്ക് റാങ്ക് 1 കൊടുത്തെങ്കിൽ അത് ഏത് കോഴ്സ് ആണ്, അത് എന്തുകൊണ്ട് എന്ന് നമ്മൾ ഫ്രീ ആയിട്ട്, അതായത് ഇപ്പൊ നമുക്ക് പറയാം അതൊരു എന്താണ് കോമൺ പേപ്പറാണ്, അല്ലെങ്കിൽ ഈസിയർ പേപ്പറാണ്, അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന രീതിയിൽ നമുക്ക് എന്താണോ തോന്നിയത് അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്യുക. ദെൻ ഇഷ്ടപ്പെട്ട കോഴ്സും അതിന്റെ റീസണും എഴുതി. അപ്പൊ ഏറ്റവും ഇഷ്ടപ്പെടാത്ത കോഴ്സ് അല്ലെങ്കിൽ ഏറ്റവും കുറവ് ഇഷ്ടപ്പെട്ട കോഴ്സ്, അതിന്റെ റീസൺ. ദെൻ വരുന്നത് യുവർ ലേണിംഗ് ഇന്റൻഷൻ, അതായത് എന്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു MSME എടുത്തു, അല്ലെങ്കിൽ BA MSME എടുത്തു എന്നതിന്റെ ലേണിംഗ് ഇൻഫെക്ഷൻ, അതായത് എന്തിന് ഈ കോഴ്സ് നമ്മൾ ചൂസ് ചെയ്തു. നമുക്കൊരു ഓരോരുത്തർക്കും ഓരോ ഇത്, എനിക്ക് PG ചെയ്യാൻ, അല്ലെങ്കിൽ ഡിഗ്രി ചെയ്യാൻ വേണ്ടി, എനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ എനിക്ക് ഇതിൽ കൂടുതൽ അറിവ് നേടാൻ വേണ്ടി, എനിക്കൊരു പേരിന് വേണ്ടി, അങ്ങനെ നമ്മൾ എന്തിനു വേണ്ടിയാണോ ഇത് ഈ ഒരു പർട്ടിക്കുലർ കോഴ്സ് എടുത്തിരിക്കുന്നത്, ആ ഒരു കോളത്തിൽ നമ്മൾ ടിക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യും. ഇപ്പൊ എനിക്കൊരു ജസ്റ്റ് ഒരു ഡിഗ്രിക്ക് വേണ്ടി മാത്രമാണെങ്കിൽ ഞാൻ അവിടെ ടിക്ക് ചെയ്തു. അപ്പൊ അങ്ങനെ നമ്മളുടെ ആവശ്യം എന്താണോ അവിടെ ടിക്ക് ചെയ്യുക. വീക്ക്ലി സ്റ്റഡീസ്, അതായത് നമ്മൾ ഒരു സ്റ്റഡീസ് സ്ലോട്ട് എന്താണോ ഞാൻ ഉറപ്പായിട്ട് ഫോളോ ചെയ്യും. ഒരു വീക്ക് ഡേയിൽ 30 തൊട്ട് 60 മിനിറ്റ് വരെ, അല്ലെങ്കിൽ വീക്ക് ഡേ ഈവനിങ് അല്ലെങ്കിൽ നൈറ്റിൽ ഞാൻ 30 തൊട്ട് 60 മിനിറ്റ്, അല്ല അരമണിക്കൂർ വരെ, അല്ലെങ്കിൽ ഞാൻ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ സാറ്റർഡേയിൽ 1 മണിക്കൂർ തൊട്ട് 2 മണിക്കൂർ വരെ സ്പെൻഡ് ചെയ്യും. അപ്പൊ നമ്മളാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിവിടെ ടിക്ക് ചെയ്യുക. ഇനി അല്ല, ഈ ഓപ്ഷൻസിൽ ഇല്ലാത്ത എന്തെങ്കിലും ആണ് നിങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ ഇവിടെ അതേഴ്സിന്റെ അവിടെ ടിക്ക് ചെയ്തിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം മസ്റ്റായിട്ട് ഫില്ല് ചെയ്യണേ, എന്നാലേ മുന്നോട്ട് പോകത്തുള്ളൂ കേട്ടോ സെഷനെ. മസ്റ്റായിട്ട് പോകത്തുള്ളൂ നമ്മുടെ ഗൂഗിൾ ഫോംസ്. ആൻഡ് കോൺഫിഡൻസ്, അതായത് നിങ്ങൾക്ക് ഈ ഒരു സെഷൻ കഴിഞ്ഞപ്പോൾ, അതായത് ഈ ഒരു സെഷൻ കഴിഞ്ഞപ്പോൾ നിങ്ങൾ കുറെ സബ്ജക്റ്റിനെ കുറിച്ച് കേട്ടു, അങ്ങനെ കേട്ടു, ഇങ്ങനെ കേട്ടു, അന്നേരം നിങ്ങൾക്ക് ടെൻഷൻ കൂടിയോ കുറഞ്ഞു. അതായത് ഏറ്റവും കോൺഫിഡൻസ് കുറവാണ്, നിങ്ങൾക്ക് തീരെ കോൺഫിഡൻസ് ഇല്ല എങ്കിൽ 1 മാർക്ക് ചെയ്യാം. ഇനി അല്ല ഏറ്റവും ഹയസ്റ്റ് ഇതാണെങ്കിൽ 5 മാർക്ക് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ എത്ര ആണോ അതനുസരിച്ച് കോൺഫിഡൻസ് ഇവിടെ മാർക്ക് ചെയ്യുക. ഇത് ജസ്റ്റ് സിമ്പിൾ ആണ്, ബേസിക് ആണ്. കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി കൂടി ബേസിക് ഒരു കോൺഫിഡൻസ് കൂടിയില്ല, ഒരു 4 അല്ലെങ്കിൽ 5 രീതിയിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഏതായാലും കിട്ടി കാണുമല്ലോ. അപ്പൊ അത് കൊടുക്കുക. എന്നിട്ട് എന്ന് വെച്ചാൽ ഞാൻ നിർബന്ധിച്ചല്ല കേട്ടോ, നിങ്ങൾക്ക് എന്താണ് കോൺഫിഡൻസ് ലെവൽ വന്നിരിക്കുന്നത് അത് കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ആക്ഷൻ ടാസ്ക് ഫില്ലാകും. ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾ മെന്ററിനോട് ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്തൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടേ എന്ന് പറയാം കേട്ടോ.
അപ്പൊ അവർക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ആക്ഷൻ ടാസ്ക് കണ്ടു, ആക്ഷൻ ടാസ്ക് എങ്ങനെയാ ചെയ്യേണ്ടതെന്നും പറഞ്ഞു. അപ്പൊ ഇനി അടുത്ത നമ്മൾ എന്താണ് ചെയ്യുന്നത്? ജസ്റ്റ് ഒന്ന് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ചു നോക്കാം എന്തൊക്കെയായിരുന്നു നമ്മൾ ഈ ഒരു സെഷനകത്ത് പോയത് അല്ലേ? ഇപ്പം സിലബസ് ഡീകോഡിംഗ് ആണ് നമ്മൾ പറഞ്ഞ സെഷൻ കോഴ്സസ് നമ്മുടെ പ്രോഗ്രാം ഏതാന്ന് പറഞ്ഞു. അത് ആദ്യം തന്നെ പറഞ്ഞു. എന്താണ്? BA MSME ആണ് നമ്മുടെ പ്രോഗ്രാം. നമ്മുടെ കോഴ്സസ് ഏതൊക്കെയാ? ഒരു 8 സബ്ജക്ട് ഉണ്ട്. ആ 8 സബ്ജക്റ്റിനെയാണ് 8 കോഴ്സസ് എന്ന് പറയുന്നത്. അതിന് പല ബ്ലോക്കായിട്ട് ചിലത് 5 ബ്ലോക്കുകളുണ്ട്, ചിലത് 4 ബ്ലോക്കുകൾ, ചിലത് 6 ബ്ലോക്കുകളുണ്ട്. അപ്പൊ എത്ര ബ്ലോക്കുകളുണ്ട്? അതിന് ഓരോന്നിനും എത്ര യൂണിറ്റ് ഉണ്ട്? ഏത് യൂണിറ്റ് ഒക്കെയാണ്? പിന്നെ എന്താണ് ഹെൽപ്പ് ബുക്ക്, എന്താണ് റെക്കോർഡഡ് വീഡിയോസ്, എന്താണ് എക്സാം പീഡിയ, അസൈൻമെന്റ് ഗൈഡ് ബുക്ക് എന്താണ്, PYQ എന്ന്, ഇങ്ങനൊക്കെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനകത്ത് നോക്കിയത്. അതേപോലെ തന്നെ നമ്മുടെ എന്താണ് ടൈം ടേബിൾ ഷെയർ ചെയ്ത് വീക്ക്ലി സ്ലോട്ട്സ് എങ്ങനെ വേണം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു സെഷനകത്ത് നോക്കിയായിരുന്നു അല്ലെ? അങ്ങനെ ഒരു ആക്ഷൻ ടാസ്കും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു സെഷൻ ആയിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇത്രയുമാണ് ഈ ഒരു സെഷനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് നോക്കാനുള്ളത്. ഇനി അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ റിമൈൻ ചെയ്യാനുള്ളത്, നിങ്ങളുടെ ന്യൂ ഹൊറിസോൺ ഫോംസ് ഫില്ല് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്തിട്ട് നിങ്ങളുടെ മെന്റേഴ്സിനോട് LSEയോട് അത് റിപ്പോർട്ട് ചെയ്യുക. ഞാൻ ഓൾറെഡി അത് ഫില്ല് ചെയ്തു കംപ്ലീറ്റ് ആയെന്ന് റിപ്പോർട്ട് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് സെഷനിൽ കാണാൻ പറ്റും. താങ്ക് യു ഫോർ ജോയിനിങ്.